Praise the Lord. വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. जल्दी से जल्दी आने वाला प्रभु यीशु मसीह के नाम में सभी प्रियजनों को प्रेम का वंदना. കൃപയാൽ നമുക്കൊരു ദിവസം കൂടി കർത്താവ് നമുക്ക് ദാനമായി നൽകി. अनुग्रह से प्रभु ने हमको और एक दिन दान स्वरूप दिया है. കർത്താവിന്റെ കൂട്ടായ്മയിലായിരിക്കുക എന്നത് എത്ര സന്തോഷപ്രദമായ കാര്യം. प्रभु का संगति में बना रहना कितना आनंदमय बात है. കർത്താവിന്റെ കൂട്ടായ്മ എത്ര പേർക്ക് വാസ്തവത്തിൽ അതിൽ സന്തോഷമുണ്ട്. प्रभु का उस संगति और सहभागिता में कितने लोगों को आनंद है. കർത്താവിന്റെ സന്നിധിയിൽ കർത്താവിന്റെ കൂട്ടായ്മയിലായിരിക്കുന്നതിനേക്കാൾ സന്തോഷമുള്ള ഒരു കാര്യമില്ല. क्योंकि प्रभु का उपस्थिति में बना रहना, उनके संगति में बना रहना, इससे बड़ा आनंद और कुछ भी नहीं. നമുക്കറിയാം, ഒരിക്കലും ലാസറിന്റെ ഭവനത്തിൽ ചെന്നപ്പോൾ ആ രണ്ട് സഹോദരിമാരുടെ അനുഭവം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. हाँ, एक बार लाजर के घर में गया तो दोनों बहनों का अवस्था क्या हुआ आप लोग जानते हैं ना. മറിയ വന്ന് കർത്താവിന്റെ പാദപീഠത്തില് കർത്താവിനെ കേട്ടുകൊണ്ടിരുന്നു. मरियम प्रभु के कदमों में बैठकर वचन सुन रही थी. എന്നാൽ മാർത്തയിലും നമ്മൾ മാനുഷികമായി ചിന്തിച്ചാൽ നല്ല വിചാരമാണ്. കാരണം അന്ന് അതിഥിയെ സൽക്കരിക്കേണ്ടത് ആ വീട്ടുകാരുടെ കടമയല്ലേ. अभी मार्था का अवस्था देखा जाए तो मनुष्य रीति से सोचेंगे तो कितना अच्छी बात है ना, क्योंकि घर पे जब मेहमान आता है तो उनको सेवा करना जरूरी है ना. എന്നാൽ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ വിലയുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും വിലപ്പെട്ട കാര്യം. लेकिन उससे भी बड़ा परमेश्वर की नजर में क्या मूल्यवान है वो समझना सबसे बड़ा उचित बात है. നമുക്ക് അവിടെ നടന്ന സംഭവമൊക്കെ അറിയാമല്ലോ. उसके घर में अवस्था जो घटा है वो सब मालूम है ना. അവള് വിചാരിച്ചതെല്ലാം കർത്താവ് നിശ്ചയമായിട്ടും ഞാൻ പറയുന്നത് കേട്ടിട്ട് അവളെ രണ്ട് വഴക്കും പറഞ്ഞ് എൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു വിടും. ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയാണ് നല്ലത് എന്നാണ് കരുതിയത്. क्योंकि वो तो सोचने लगी कि देखो अभी प्रभु मेरे साथ रहेगा और वो मरियम को डांटेगी और फिर मुझे मेरे साथ मदद करने के लिए भेजेगी, क्योंकि मैं सब कर रही हूँ, सही कर रही हूँ, ऐसा विचार मार्था में आया होगा. അപ്പോൾ അവളുടെ ഒരു സങ്കല്പം മാത്രമായിരുന്നു. लेकिन वो सिर्फ उसी का एक विचार था. അതുകൊണ്ടാണല്ലോ അവളെ കംപ്ലൈന്റ് ചെയ്തത്. इसीलिए तो इस तरह का शिकायत उसने किया. നിനക്ക് വിചാരമില്ലയോ എന്ന് ചോദിച്ചത്. तो इस तरह का विचार नहीं है क्या करके वो प्रभु को पूछती है. അല്ലേ, നമ്മള് ആ ലൂക്കോസ് അതിന്റെ 10-ാം അധ്യായം 41-42 വാക്യം വായിക്കുമ്പോൾ लूका का सुसमाचार 10वां अध्याय उसका 41-42 जब हम पढ़ते हैं, 40 വായിക്കണം. 40 से पढ़ेंगे. അവള് പറയുന്നത്, കർത്താവേ, എൻ്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ച് വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? ഒരു ചോദ്യമാണ്. എന്നെ സഹായിപ്പാൻ അവളോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. पढ़ेंगे 40 पढ़ेंगे. परंतु मार्था सेवा करते करते घबरा गई और उसके पास आकर कहने लगी, हे प्रभु, क्या तुझे कुछ भी चिंता नहीं कि मेरी बहन ने मुझे सेवा करने के लिए अकेले ही छोड़ दिया है. इसलिए उससे कहो कि मेरी सहायता करे. तो प्रभु आपको चिंता नहीं है क्या? അപ്പോൾ എന്ന് പറഞ്ഞാൽ അവള് പൂർണ്ണമായിട്ടും വിചാരിച്ചത് നിശ്ചയമായിട്ടും ഈ കാര്യത്തിൽ കർത്താവ് എൻ്റെ കൂടെ നിൽക്കുന്നു. मतलब वो पूरा रीति से ये सोचने लगी कि प्रभु मेरे साथ रुककर मुझे मदद करेगा करके. അതുകൊണ്ട് എന്നെ സഹായിപ്പാൻ അവളോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും കർത്താവോട് കൽപ്പിക്കും. അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് എന്നെ വന്ന് സഹായിക്കും. ഈ ആഗ്രഹത്തിൽ അതാ ചിന്തിച്ച അവൾ വന്ന് പറയുന്നത്. तो उसका आग्रह यही थी, मार्था का आग्रह यही थी कि मरियम को उसको डांटकर मेरे पास बुलाएगी, सेवा करने के लिए, मदद करने के लिए भेजेगी करके, ऐसा वो सोच रही थी. എന്നാൽ നമുക്കറിയാം അവിടെ നടന്നത് എന്താണ്. लेकिन हम जानते हैं उधर अवस्था क्या हो गया. കർത്താവ് പറയുന്നത് കേട്ടോ. प्रभु ने क्या कहा? അതിന് 42-ാം വാക്യം उसका 42 में, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അതാരും അവളോട് അവഹരിക്കില്ല. पढ़े 42 पढ़ेंगे. परंतु एक बात अवश्य है और उस उत्तम भाग को मरियम ने चुन लिया है जो उसे छीना न जाएगा. ദൈവമക്കളെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കർത്താവിനെ കേൾക്കുവാനായി, കർത്താവിനെ നമുക്ക് കൂടുതൽ പ്രാപിക്കുവാനായിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നതിനേക്കാളും കർത്താവിന് നല്ല ഇഷ്ടമുള്ള ഒരു കാര്യമില്ല. क्योंकि प्रभु की उपस्थिति में बैठकर प्रभु की उपस्थिति में वचन को सुनना, वचन को मानना, ये अवस्था सबसे बड़ा आनंद देने वाला बात है प्रभु को. അതുകൊണ്ട് കർത്താവിൻ്റെ ദൃഷ്ടിയിൽ ഏതിനാണ് വിലയുള്ളത്, ഏതിനെയാണ് കർത്താവ് കൂടുതൽ വിലമതിക്കുന്നത് കണ്ട് അത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. इसलिए सबसे उत्तम बात यही है कि प्रभु के नजर में भला बात कौन सा है, अच्छा बात कौन सा है, वो बात को जानकर आत्मा के अनुसार वो बातों को करें. ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം കേട്ടിട്ടുണ്ട്. इस तरह मैंने एक बार ऐसे बातें सुना है. ഒരു സഹോദരി ഇങ്ങനെ ഓടി നടക്കും, അവിടെ ഇവിടെയൊക്കെ ഓടി നടന്ന് പിന്നെ കർത്താവിന്റെ സ്നേഹം പങ്കുവയ്ക്കും. मैं सुना है कि एक बहन उधर इधर भागते रहती है, दौड़ते रहती है, उधर इधर प्रभु का प्रेम को बांटते रहती है. എന്നാൽ ഒരിക്കൽ അവള് വീണ് കാലൊടിഞ്ഞു. लेकिन एक बार क्या हो गया, वो गिर गई और उसका पैर टूट गया. അപ്പോൾ അവള്
കർത്താവിനോട് പറയാണ്, കർത്താവേ എൻ്റെ കാല് ഒടിച്ചതിനായി സ്തോത്രം. और वो कहने लगी, हे प्रभु आप मेरा पैर तोड़ा इसके लिए धन्यवाद. അങ്ങനെ ആരെങ്കിലും പറയും? इस तरह कोई बोलेगा क्या? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അങ്ങനെ ഒരു കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ന് വരെ ആരെങ്കിലും കർത്താവേ എൻ്റെ കാല് ഒടിച്ചതിനായി സ്തോത്രം എന്ന് പറഞ്ഞിട്ടുണ്ടോ? हमारे जीवन में इस तरह अगर घटना हुआ तो हम में से कितने लोगों ने ऐसा बोला होगा कि हे प्रभु मेरा पैर टूट गया इसके लिए धन्यवाद. എന്നാൽ അങ്ങനെ പറയാനൊരു കാരണം, लेकिन ऐसा बोलने का एक कारण था. ആ സഹോദരി പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? वो बहन ने ऐसा क्यों बोली ये बात भी समझना है. ആ സഹോദരിക്ക് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി. क्योंकि वो बहन को एक बात समझ में आया, ഞാൻ ദൈവസന്നിധിക്ക് വേണ്ട പ്രാധാന്യം കൊടുത്തില്ല. मैं प्रभु का उपस्थिति के लिए जरूरत का मूल्यता मैंने समय दिया नहीं. ഞാൻ കർത്താവിനോട് കൂടി സമയം ചെലവഴിക്കാറില്ലായിരുന്നു. मैं प्रभु के साथ कभी भी समय ज्यादा बिताती नहीं थी. ഞാൻ ഒരുപാട് കർത്താവിന്റെ പേരും പറഞ്ഞ് ഓടി നടന്നു. प्रभु का नाम लेकर मैं उधर इधर भागने लगी. ഞാൻ എന്റെ സമയം മുഴുവനും കർത്താവിന്റെ പേരും പറഞ്ഞ് ഓടി നടന്നിട്ട് ചെലവഴിച്ചു. मैंने इधर उधर मैं प्रभु का नाम लेकर उधर इधर समय प्रभु के लिए खर्च किया. എന്നാൽ എനിക്ക് ഞാൻ കർത്താവിനോട് കൂടെ ചെലവഴിക്കേണ്ട സമയങ്ങൾ ചെലവഴിച്ചില്ല. ഞാൻ പ്രാർത്ഥിക്കേണ്ട വണ്ണം പ്രാർത്ഥിച്ചില്ല. ശരിക്കുള്ള ദൈവത്തിന്റെ ആ കൂട്ടായ്മ ഞാൻ അനുഭവിച്ചില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയത് ഈ അപകടം വന്ന ശേഷം. तो लेकिन मैं प्रभु के साथ की उपस्थिति में बने रहकर प्रभु के साथ मेरा व्यक्तिगत संगति में बढ़ोतरी पाने का अवस्था वो उसको कभी पहचाना है, कभी एहसास हुआ जब उसका पैर टूटने के बाद. നിങ്ങൾ ചിന്തിക്കണം. आप जरा सोचिए. അതുകൊണ്ട് മറ്റുള്ളവർ ആരെങ്കിലും അവിടെ കുറിച്ച് നീ എന്താ വരാത്തതെന്ന് പറഞ്ഞ് കുറ്റം പറഞ്ഞോ? तो अभी बाकी लोग अगर तू क्यों इधर नहीं आ रही है करके बोलकर कोई दोष लगाया क्या? ഇല്ല, കുറ്റം പറഞ്ഞില്ല. नहीं लगाया. കാരണം അവർക്കറിയാം കാലൊടിഞ്ഞ് കിടക്കുക. क्योंकि उन लोग को मालूम है उसका पैर टूटा हुआ है. അപ്പോൾ അവരെല്ലാം അവളെ കാണാൻ വന്നപ്പോൾ അവരോട് അവൾ പറയുകയാണ്, എന്റെ കാലൊടിച്ചതിനായി സ്തോത്രം. हाँ, और जो भी लोग उनको मिलने के लिए आते थे वो सभी लोगों को गवाही देती थी, प्रभु ने मेरा पैर छोड़ा इसके लिए धन्यवाद. കാരണം ഇപ്പോൾ എനിക്ക് കൂടുതലായി കർത്താവിനോട് കൂടെ സമയം ചെലവഴിക്കാനായിട്ട് ലഭിച്ചു. क्योंकि अभी मुझे प्रभु के साथ ज्यादा समय वक्त बिताने के लिए प्रभु ने मुझे मौका दिया. ഇപ്പോൾ എനിക്ക് കൂടുതലായി പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞു. अभी मुझे ज्यादा प्रार्थना करने हो पा रहा है. ഇതിപ്പം നിങ്ങൾ കേൾക്കുന്നവരെല്ലാവരും ഇതിനെ അതുപോലെ അങ്ങോട്ട് സ്വീകരിക്കണം നിർബന്ധമില്ല. अभी सुनने वाले लोगों भी इसी रीति से सेम रीति से स्वीकारना है करके जरूरी नहीं है. ഇത് ഞാനൊരു സഹോദരിയുടെ സാക്ഷ്യം പറഞ്ഞതേ ഉള്ളൂ. मैं तो बस एक बहन का गवाही मैंने बताया. നിങ്ങളുടെ അനുഭവം എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. आप लोग का अनुभव क्या है मुझे नहीं मालूम. നിങ്ങൾ ചിലപ്പോൾ കഷ്ടങ്ങൾ വരുമ്പോഴൊക്കെ പെറുപെറുത്ത് നിങ്ങൾക്ക് ലഭിക്കേണ്ട പ്രതിഫലമൊക്കെ നഷ്ടമാക്കുന്നവരുടെ കൂട്ടത്തിലായിരിക്കാം. आप लोग शायद इस तरह कठिनता या कष्ट की बातें आपके जीवन में आए तो दूसरे लोगों के समान कुड़कुड़ाकर उसमें उसको कुड़कुड़ाकर उसमें गुस्सा आकर आपको प्रतिफल को शायद आप खो बैठते होंगे. ദൈവമക്കളെ, നിങ്ങൾ കർത്താവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, കർത്താവിന്റെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരാണെങ്കിൽ ഒരു കഷ്ടതയിലും നിങ്ങൾ പെറുപെറുക്കാതെ അത് സന്തോഷത്തോടെ അത് സഹിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരിക്കും. लेकिन अगर आप मसीह में बढ़ रहे हैं तो सच्चा मसीह है तो मसीह में सब बातों को वो सहते हुए बिना कुड़कुड़ाए वो सब बातें सहकर आप जिएंगे. ഇന്ന് നമുക്കറിയാം, ഇന്ന് എത്രയോ പേര് കഷ്ടങ്ങൾ ഒഴിഞ്ഞു പോകുന്ന ഒരു അനുഭവമാണെങ്കിൽ അവർ മിക്കവാറും ദൈവത്തിൽ നിന്ന് വളരെ ദൂരെയായിരിക്കും യാത്ര ചെയ്യുന്നത്. तो हम देखते हैं खास रूप में कुछ विश्वासी लोग का अवस्था देखो, जो लोग कष्ट से बहुत दूर जो रह रहे हैं वो लोग प्रभु से भी दूर का अवस्था में जी रहे हैं. കാരണം ഈ കഷ്ടങ്ങളെ കൂടാതെ ഒരു യഥാർത്ഥ വിശുദ്ധ ജീവിതം അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യ ജീവിതം നയിക്കുക എന്ന് പറഞ്ഞാൽ അസംഭവം. क्योंकि कष्ट के बगैर एक मसीह जीवन जीना, एक पवित्र जीवन जीना असंभव है. അത് നമ്മൾ തിരുവചനത്തിലൂടെ ആ കാര്യം പഠിക്കുന്നത്. ये हम वचन के द्वारा हम ये बात सीख रहे हैं. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടല്ലോ, യഹോവ ഭക്തി അത് നമുക്ക് വളരെ ലാഭമുള്ള കാര്യമാണ്. അത് നമുക്ക് വളരെ നേട്ടമുണ്ടാക്കി തരുന്നതാണ്. गए दिनों में हमने देखा कि यहोवा में भक्ति पूर्वक जीना एक बहुत बड़ा अच्छी बात है और वो आपको लाभ देने वाली बात है. അപ്പോൾ നമുക്ക് ലാഭമുള്ള കാര്യങ്ങളെ അല്ലെങ്കിൽ നമുക്ക് നേട്ടമുള്ള കാര്യങ്ങളെ എല്ലാം നമ്മൾ മക്കളെ പഠിപ്പിക്കണം. और हमेशा लाभ देने वाला बात, मसीह में जब कुछ भी बातें जो लाभदायक हो, ये समय में भी आने वाले युग में भी ऐसे कुछ भी बातें जो लाभदायक हो वो हमेशा हमें दूसरों को सिखाना चाहिए. നമുക്ക് പ്രയോജനമുള്ള കാര്യങ്ങളെ നമ്മൾ ഒരിക്കലും മറച്ചു വെക്കരുത്. हमारे लिए लाभदायक बातें जो भी रहेगा उसको कभी छुपाना नहीं. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, എന്നിട്ട് നമ്മൾ രണ്ടാമത് കണ്ട പ്രയോജനമുള്ള കാര്യമാണ് തിരുവചനം. और फिर दूसरा हमने देखा जो लाभदायक है वो हमने देखा परमेश्वर का वचन को. ഈ തിരുവചനത്തെ പോലെ പ്രയോജനമുള്ള ഒരു കാര്യം മറ്റൊന്നുണ്ടോ എന്ന് എനിക്ക് സംശയം. परमेश्वर का वचन के समान जो लाभदायक है हमारे जीवन में उसकी तुलना में और कुछ भी है क्या? അതുകൊണ്ടാണ് ഞാൻ തിരുവചനത്തെ കുറിച്ച് അനേക പ്രാവശ്യം നിങ്ങൾക്ക് അതിന്റെ വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. इसीलिए मैं हमेशा वचन का उनका मूल्यता के बारे में उसको मैंने वर्णन किया है. ഈ വചനത്തിലൂടെ മാത്രമാണ് നമുക്ക് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ വഴികളെ മനസ്സിലാക്കാൻ കഴിയുന്നത്. क्योंकि वचन के द्वारा ही हमें सही रीति से प्रभु के बातें हम समझ सकते हैं. നമുക്ക് ഒരിക്കൽ കൂടി ഞാൻ ഇന്ന് രണ്ട് ഭാഗം, അടുത്തടുത്തുള്ള രണ്ട് ഭാഗം, 2 തിമോത്തി അതിന്റെ 3-ാം അധ്യായം 16-ഉം 17-ഉം, ഒപ്പം തന്നെ അടുത്ത അധ്യായം 4-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്കുകൾ വായിക്കാൻ ആഗ്രഹിക്കുക. हाँ, तो मैं उसके लिए हम लोग दूसरा तिमोथी उसका 3रा अध्याय
उसका 15-16 पढ़ाना चाहता हूँ और उसी के साथ 16-17 पहले दूसरा तीमोथी 3 अध्याय 16-17 और उसी के साथ साथ उसका अध्याय 4 का 1 से 4 भी साथ में पढ़ाना चाहता हूँ. എല്ലാ തിരുവെഴുത്തും ദൈവസ്വാസികമാകിയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. അവിടെ 4 കാര്യങ്ങൾക്ക് വളരെ പ്രയോജനമാകും. നമ്മൾ ആ ചിന്തയിലേക്ക് പോയില്ല, നമുക്ക് അവകാശം പോകാം. उसका पढ़ेंगे 16 और 17. संपूर्ण पवित्र शास्त्र परमेश्वर की प्रेरणा से रचा गया है और उपदेश और समझाने और सुधारने और धर्म की शिक्षा के लिए लाभदायक है. हाँ, ये 4 बातें हैं हम देखते हैं जिससे वचन से लाभ मिलता है. उसका शिक्षण में हम आगे बढ़ेंगे, जैसा समय हमको मिलता है आगे बताएंगे. 17 ताकि परमेश्वर का जन सिद्ध बने और हर एक भले काम के लिए तत्पर हो जाए. എന്നിട്ട് 4-ാം അധ്യായം 1 മുതൽ 4 വരെ വായിക്കട്ടെ. ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുയേശുവിനെയും സാക്ഷി വെച്ച് അവൻ്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത്, വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. അവർ പത്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാർ സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേശകന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികെയും ചെയ്യുന്ന കാലം വരും. और फिर उसका 4 का 1 से 3 पढ़ेंगे. परमेश्वर और मसीह यीशु को गवाह करके जो जीवितों और मरे हुओं का न्याय करेगा और उसके प्रकट होने और राज्य की सुधि दिलाकर मैं तुझे आदेश देता हूँ कि तू वचन का प्रचार कर, समय और असमय तैयार रह, सब प्रकार की सहनशीलता और शिक्षा के साथ उलाहना दे और डांट और समझा, क्योंकि ऐसा समय आएगा जब लोग खरा उपदेश न सह सकेंगे. बस ऐसा समय आएगा जब लोग खरा उपदेश न सह सकेंगे. एक समय आएगा. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് നമ്മൾ എത്തിയിരിക്കല്ലേ. तो ऐसा एक समय पर हम लोग आए हैं ना अभी. ഇന്ന് സത്യവചനത്തോട് പ്രതിപത്തിയുള്ള എത്ര പേരുണ്ട്? आज सच्चा वचन में, जहाँ पर सच्चा वचन का कार्य होता है, उस वचन से कितना लोगों को प्रिय है. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, मैं आप लोगों को एक बात याद दिलाना चाहता हूँ. ഈ വചനം ഏതെല്ലാം നിലയിൽ നമ്മളിൽ ക്രിയ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് അറിയുന്നത് എത്ര നല്ലതറിയാം. ये वचन किस किस भागों में या क्षेत्रों में हमारे जीवन में क्रिया करता है, ये बात जान लेना कितना अच्छी बात है. ഞാൻ അതാ ഇന്ന് ആദ്യമായിട്ട് നിങ്ങളോടൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. इसलिए सबसे पहला बात मैं उनको वही आप लोगों को वो बताना मैं चाहता हूँ. നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവത്തിന്റെ വചനം ഏതെല്ലാം നിലയിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. हाँ, तो ये सबसे पहला ये प्रभु का वचन किन किन भागों में हम किस किस तरीके से हमारे जीवन में कार्य करता है, उस विषय में बताना चाहता हूँ. അപ്പോൾ അതിന് ഒന്നാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് യിരെമ്യാ പ്രവചനം 5-ാം അധ്യായം 14-ാം വാക്യമാണ്. तो उसका पहला बात हम देखेंगे यिर्मयाह का पुस्तक 5 का 14 में हम पढ़ते हैं. അവിടെ വചനം നമ്മളിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. यिर्मयाह 5:14 में वहां पर किस तरह प्रभु हमारे वचन हमारे जीवन में कार्य करता है, उस बात को हम देखते हैं. അതുകൊണ്ട് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങൾ ഈ വാക്ക് പറഞ്ഞതുകൊണ്ട് ഇതാ ഞാൻ നിന്റെ വായിൽ എൻ്റെ വചനങ്ങളെ തീയും ഈ ജനത്തെ വിറകുമാക്കും, അവർ അതിന് ഇരയായിത്തീരും. അപ്പോൾ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, ദൈവത്തിന്റെ വചനം എന്താണ്? ദൈവത്തിന്റെ വചനം അത് തീയാണെന്ന് പറയുന്നത്. 14 पढ़ेंगे. इस कारण सेनाओं का परमेश्वर यहोवा यो कहता है, ये लोग जो ऐसा कहते हैं, इसलिए देख मैं अपना वचन तेरे मुंह में आग और इस प्रजा को काट बनाऊंगा और वह उनको भस्म करेगी. हाँ, तो यहाँ पर हम देखते हैं कि प्रभु ने वचन को आग बनाया है. मैं അപ്പോൾ ഈ തീ എന്ന് പറയാൻ നമുക്കറിയാം എന്താണെന്ന്. तो ये आग मतलब क्या है, आप लोग जानते हैं ना. ഈ തീ എന്തിനു വേണ്ടിയുള്ളതാണ്? ये आग किस बात के लिए है? നമുക്കറിയാം കീടങ്ങളെയൊക്കെ നമ്മൾ ഒരു ആ വയൽ വിതയ്ക്കാനായിട്ട് പോകുന്നതിന് മുമ്പ് അവിടെയുള്ള കളയെല്ലാം ശേഖരിച്ചിട്ട് ആ വയൽ അവിടെ തീയിടും. हम देखते हैं कि जब हम खेती में काम करने से पहले, उसमें अच्छा बीज डालने से पहले अगर उस खेती में झाड़ियां या कांटे अगर उगे, ये सब अन्य बातें उगे, तो क्या करते हैं, सबसे पहला हम वो खेती को हम जलाते हैं. അത് ഉണക്കിയിട്ട് അതിന് തീയിടും. हाँ, उसको सुखाते हैं और फिर जला देते हैं. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. आप लोग शायद देखे होंगे. പിന്നെ മറ്റൊരു വലിയ തീയിലൂടെ വിടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും
തീ നമ്മളെ ശുദ്ധീകരിക്കുന്നു എന്നുള്ളതാണ്. और दूसरा एक स्वभाव है जो आग का काम करता है वो कि वो शुद्धिकरण करता है. തന്റെ വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ എപ്പോഴും തീയുടെ അനുഭവം ഉണ്ടാവും. लेकिन हर एक पवित्र जनों को वो आग का एक अनुभव उनके जीवन में रहेगा. അപ്പോൾ ഈ അനുഭവം എപ്പോഴും നമ്മളെ ഒന്ന് ശുദ്ധീകരിക്കാൻ നിർമ്മലീകരിക്കാൻ വേണ്ടിയാണ്. इसके लिए ये आग जो है हमेशा हमें शुद्ध करने के लिए, निर्मल बनाने के लिए है. അപ്പോൾ നമുക്ക് തീയിലൂടെ കടന്നു പോകുന്ന അനുഭവം ഉണ്ടാകുന്നെങ്കിൽ ആ അനുഭവത്തിൽ നമ്മൾ കർത്താവ് വീണ്ടും വിലയേറിയവരായി തീരാൻ പോവുകയാണ്. Amen. इसके लिए हम भी अगर आग के अनुभव से अगर गुजर रहे हैं तो वो इसके लिए है कि हम लोग प्रभु के लिए बहुमूल्य बन जाए, इसीलिए है. അപ്പോൾ ഈ തീയിലൂടെ കടത്തിവിടുന്ന അനുഭവം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അത് ദൈവവചനത്തിലൂടെ പോകുന്ന അനുഭവമാണ്. Amen. तो इसके लिए उस आग से जाना करके बोलने का मतलब यही है कि उनका वचन के आधार पर प्रभु हमको परखना. ഈ ദൈവത്തിന്റെ വചനമാണ് തീയായിട്ട് നമ്മളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്. क्योंकि वचन ही है जो हमें परमेश्वर का आग के स्वरूप हमारे अंदर कार्य करता है. അതുകൊണ്ടായിരിക്കും പലരും ദൈവത്തിന്റെ വചനം കേൾക്കാനായിട്ട് ആഗ്രഹിക്കാത്തത്. इसीलिए तो बहुत लोग प्रभु का वचन को सुनने के लिए भी तैयार नहीं है. കാരണം ഇത് എല്ലാവർക്കും വചനം നല്ലതല്ലല്ലോ. क्योंकि सब लोगों को वचन अच्छा नहीं है ना. ആർക്ക് ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ ആഗ്രഹമില്ലയോ അവർക്ക് ഈ വചനം ഒരിക്കലും ഇഷ്ടപ്പെടില്ല. जिन लोगों को पवित्रता का जीवन जीने के लिए इच्छा नहीं है उनको वचन भी सुनना अच्छा नहीं लगता. അവര് ദൈവത്തിന്റെ വചനത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് അവരെ പ്രശംസിക്കുന്ന, അവരെ പുകഴ്ത്തുന്ന, അവരെ കുറിച്ച് തമാശ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാൻ അവർക്ക് ഇഷ്ടമായിരിക്കും. उनको वचन का नाम लेकर जो उनको भावने वाला, जो उनको खुशी करने वाला, कुछ भी मजाक का बात इधर उधर बोलकर उनको हंसाने वाला बात, कान में खुशी देने वाला बात, सुनने वाला बात रहेगा तो उनको वो बातें सुनने अच्छा लगता है. എന്നാൽ അവരിൽ ദൈവം ആഗ്രഹിക്കാത്ത നീചമായ പ്രവൃത്തികളുണ്ട്, ചിന്തകളുണ്ട്, ഭാവനകളുണ്ട്. ഇതെല്ലാം ദുരീകരിക്കുന്ന ഈ വചനം വരുമ്പോൾ അവർക്ക് ഒരിക്കലും അത് ആഗ്രഹമില്ല. लेकिन उनके जीवन में जो पाप है, उनके जीवन में जो अशुद्ध है, उनके जीवन में जो गंदगी है, उसको वचन के द्वारा शुद्ध करके आग से, वचन का जो आग है वो शुद्ध करने का जीवन की बातें, ये सब बातें बोलेंगे तो उनको अच्छा नहीं लगता. ദൈവമക്കളെ, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വചനം കേൾക്കുമ്പോഴത്തേക്കും ആ വചനം നമ്മളെ ടച്ച് ചെയ്തിട്ട് നമുക്കത് സഹിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമ്മളിൽ ആ വചനത്തിന് മുമ്പിൽ അനുസരണമല്ലാത്ത, ആ വചനത്തിന് യോഗ്യമല്ലാത്ത പലതും കാണുമ്പോൾ അതിനെ ദൂരീകരിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ ജയിച്ചു. इसके लिए प्रभु का वचन जब हमारी उपस्थिति में आते समय में और ऐसा कुछ बातें वो वचन बताता है जो हमारे जीवन में है, जो गलत बात है, जो प्रभु के वचन के आधार नहीं है, और उस वचन को मानकर, हमारा गलतियों को मानकर वचन को सम्मान करना, वचन को इज्जत दे रहा है, तो उस अगर ऐसा अवस्था जीवन में आया है, मतलब हमने उस बात पर विजय पाया है. തീ എന്ന പോലെയുള്ള കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. आग का सम्मान का कष्टता और विपत्ति हमारे जीवन में आएगा. അത് പൂർണ്ണമായും ദൈവമക്കളെ നമ്മളെ ഒരിക്കലും നമ്മളെ നശിപ്പിക്കുവാനല്ല, അത് നമ്മളെ ഒന്നുകൂടെ ശുദ്ധീകരിച്ച് ദൈവത്തിന് യോഗ്യരാക്കി തീർക്കാൻ വേണ്ടി. और वो प्रियो कभी भी हमें नाश करने के लिए या खत्म करने के लिए नहीं है, बल्कि हमें और शुद्ध करने के लिए, परमेश्वर की उपस्थिति में और पवित्र करने के लिए है. ദൈവത്തിന്റെ വഴികളെ നമ്മൾ പഠിക്കണം. इसलिए परमेश्वर का मार्ग, उस रास्ता को समझना है. ദൈവം ഈ വഴിയിലൂടെ എന്നെ ദൈവത്തിന് കൂടുതൽ പ്രയോജനമുള്ള ഒരു വ്യക്തിയാക്കി മാറ്റുകയാണെന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ഈ കഷ്ടതയോടെ പോകുമ്പോൾ മനസ്സിലാക്കണം. ये कष्ट के द्वारा जाने की वजह से लाभ क्या है कि प्रभु मुझे और उपयोगी, बेहतर उपयोगी पात्र बना रहा है करके ये बात हमें समझना है. നമുക്ക് ഈ വചനം കിട്ടിയത് എത്ര നല്ലതാണ്. हमें ये वचन मिला, कितना अच्छी बात है. ഈ വചനത്തിലൂടെയല്ലേ നമ്മളെ ദൈവം ഈ സത്യം പഠിപ്പിക്കുന്നത്. क्योंकि ये वचन के द्वारा ही तो है प्रभु ये हमें सत्य सिखा रहा है. നമ്മൾ ഏശയ്യാ പ്രവചനം 48:10 വായിക്കുമ്പോൾ यशायाह 48 का 10 में हम पढ़ते हैं, ഇതാ ഞാൻ നിന്നെ ഊതി കഴിച്ചിരിക്കുന്നു, വെള്ളിയെ പോലെ അല്ലതാനും ഞാൻ നിന്നെ കഷ്ടതയുടെ ചൂളയിൽ തീയിൽ ആകുന്നു ശോധന കഴിച്ചത്. ഞാൻ നിന്നെ കഷ്ടതയുടെ ആ തീയിലാണ് നിന്നെ ശോധന കഴിച്ചതെന്നാണ് ഇവിടെ ദൈവത്തിന് വചനം പറയുന്നത്. 48 का 10 पढ़ेंगे. यशायाह, देख मैंने तुझे निर्मल तो किया, परंतु चांदी के समान नहीं. मैंने दुख की भट्टी में परख कर तुझे चुन लिया है. हाँ, तो दुख की भट्टी मतलब वो आग, यहाँ पर क्या है, दुख को तुलना किया है. दुख का भट्टी का जो आग है उसमें मैं तुमको डालकर शुद्ध किया हूँ. Praise the Lord. आमेन. അപ്പോൾ ദൈവം നമ്മളെ പൂർണ്ണമായിട്ടും നമ്മളെ ആ വിശുദ്ധിയിൽ വളരുവാൻ, ആ പൂർണ്ണമായിട്ടുള്ള ആ വിശുദ്ധിയെ പ്രാപിക്കുവാനായിട്ട് ദൈവം നമുക്ക് ഇങ്ങനെയുള്ള ഈ തീച്ചുളയിലൂടെ, കഷ്ടതയുടെ തീച്ചുളയിലൂടെ കടന്നു പോകുന്ന അനുഭവം നമുക്ക് തരും. तो ये हमें प्रभु की उपस्थिति में, हमें पवित्रता में बने रहने के लिए, हमें और शुद्ध और निर्मल हो जाने के लिए प्रभु इस तरह का भट्टी से हमें गुजारेगा. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് പല വിശുദ്ധന്മാരും അങ്ങനെ ഒരു തീച്ചുളയിലൂടെ പോകുന്ന അനുഭവത്തിലൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കുക. और मैं ये विश्वास करता हूँ इस तरह आज बहुत से विश्वासी लोग रहेंगे जो इस आग का भट्टी का अनुभव से गुजर रहे हैं. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും അങ്ങനെയുള്ള ഒരു അനുഭവത്തിലൂടെ പോകുന്ന അനുഭവത്തിലായിരിക്കും
നമുക്കറിയാം, ദൈവമക്കളെ ഭയപ്പെടേണ്ട, ഭാരപ്പെടേണ്ട, നിങ്ങൾ ഒരിക്കലും അതിൽ നിന്ന് പിന്മാറേണ്ട. ഇത് ദൈവം നിങ്ങളെ കൂടുതലായി കർത്താവിനെ യോഗ്യരാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന അനുഭവം. मुझे सुनने वाले पवित्र जनों को शायद बहुत लोग रहेंगे जो इस आग के भट्टी का अवस्थे से गुजरने वाला अवस्था रहेगा, लेकिन हे प्रियो, मैं बताना चाहता हूँ, आप घबराना नहीं, निराश नहीं होना, बुरा नहीं मानना, पीछे नहीं हटना, बल्कि उसी में बने रहना, प्रभु का आगमन तक उसी बात में थामे रहना, क्योंकि प्रभु आपको और उत्तम अवस्था में लेकर जा रहा है। प्रभु आपको और पवित्र और शुद्ध कर रहा है, इसके लिए ये अवस्था आपके जीवन में आया है. നിങ്ങളുടെ ജീവിതത്തിൽ യാദൃച്ഛികമായിട്ടൊന്നും സംഭവിക്കുന്നില്ല. ദൈവമക്കളെ ദൈവം അനുവദിച്ച് തന്നെയാണ്. ഇത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകുന്നില്ലായിരിക്കാം, എന്നാൽ എല്ലാം അറിയാവുന്ന ദൈവം നമ്മുടെ ഭാവിയിലെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുക. Yes, इसके लिए कोई इत्तेफाक नहीं समझना, ये मेरे साथ ऐसा क्यों हो रहा है करके ऐसा नहीं सोचना, बल्कि ये आपके भलाई के लिए है. ये शायद आपको अभी समझ में नहीं आएगा, लेकिन हमारा परमेश्वर जो हमारा भविष्य जानता है, जो सब भलाई के लिए करता है, वो प्रभु तुम्हारा लाभ के लिए कर रहा है करके ये बात समझना. നിങ്ങൾക്ക് ദോഷമായിട്ടുള്ള എന്തെങ്കിലും കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വരുവാൻ അനുവദിക്കുമെന്ന് നിങ്ങൾക്ക് ചിന്തയുണ്ടോ? क्या आप लोग ऐसा कभी सोचते हैं क्या परमेश्वर जो भी कुछ कर रहा है हमारा दोष के लिए, हमारा विनाश के लिए कर रहा है करके? നമ്മുടെ ദൈവം അങ്ങനെ ഒരു ക്രൂരനായ ദൈവമാണോ? क्या हमारा परमेश्वर ये क्रूरता का परमेश्वर है क्या? നമ്മുടെ ദൈവത്തെ പോലെ നമ്മളെ സ്നേഹിക്കുന്ന മറ്റാരെങ്കിലും ഉണ്ടോ? क्या हमारा परमेश्वर के समान जो हमसे प्रेम करता है उसकी उनके तुलना में और कोई है क्या जो हमसे इतना प्रेम करता है? ദൈവമക്കളെ ഒരിക്കലും നമ്മൾ ദൈവത്തെ സംശയിക്കരുത്. इसलिए कभी भी प्रभु के ऊपर शक ना करें. ദൈവത്തിന്റെ സ്നേഹത്തെ സംശയിക്കരുത്. प्रभु का प्रेम पर कभी शक ना करें. ദൈവത്തിന്റെ വിശ്വസ്തതയെ സംശയിക്കരുത്. प्रभु का विश्वास योग्यता पर कभी शक ना करें. അവിടുന്ന് സ്നേഹവാനായ പിതാവാണ്. वो प्रेम का परमेश्वर पिता है. അവിടുന്ന് വിശ്വസ്തനായ ദൈവമാണ്. वो एक विश्वास योगी प्रभु है. നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് കർത്താവ് അനുവദിക്കുന്നതാണ്, നമുക്ക് ദോഷം സംഭവിക്കാനല്ല. हमारे जीवन में जो भी बातें होता है वो हमारा भलाई के लिए वो बदलता है, हमारा बुराई के लिए नहीं करता. ഇത് ദൈവത്തിന്റെ വചനം നമ്മളെ കൃത്യമായി പഠിപ്പിക്കുന്ന കാര്യമാണ്. और ये सब प्रभु का वचन हमें स्पष्ट रीति से सिखाता है. നമ്മൾ വിളിക്കപ്പെട്ട നമ്മളെല്ലാവരും ഈ ലോകയാത്രയിൽ ഓരോ ദിവസവും നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കണം. കർത്താവ് ആഗ്രഹിക്കുന്ന ആ വിശുദ്ധിയിലേക്ക് നമ്മൾ എത്തിച്ചേരണം. क्योंकि हम लोग हमेशा इस संसार के इस मरुभूमि सफर में, इस यात्रा में हम लोग हमेशा एक शुद्धिकरण का अवस्था में हमें होना है, ताकि वो पवित्रता में हम पहुंच सके. നമുക്ക് ഈ കഷ്ടതയൊക്കെ വന്നില്ലെങ്കിൽ നിശ്ചയമായിട്ട് നമ്മൾ തെറ്റിപ്പോകാം, നമ്മൾ ദൈവത്തിന് അകന്നു പോകാം. ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാൻ പറ്റാത്തൊരു അനുഭവത്തിലേക്ക് നമ്മൾ മാറിയേക്കാം. इसके लिए अगर कष्ट का अनुभव नहीं रहेगा तो परमेश्वर ने जो इच्छा रखा है, जो पूर्णता में हमें पहुंचना चाहिए, उस मुकाम तक हम पहुंच नहीं पाएंगे. അപ്പോൾ ഇന്ന് നമ്മൾ ദൈവത്തിന്റെ കരങ്ങളിലാണ്. तो इसलिए आज हम लोग परमेश्वर के हाथों में है. ദൈവം നമ്മളെ തനിക്ക് യോഗ്യമായ നിലയിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. आमीन. और परमेश्वर हमें उनके हाथों में रखकर, हमें संभाल कर, हमें तैयार कर रहा है. उस समय में हम जी रहे हैं. ഞാൻ ഇതിനോടുള്ള ബന്ധത്തിൽ ഒരു വാക്കോട് വായിപ്പിക്കട്ടെ. इसी के साथ साथ और एक वाक्य पढ़ना चाहता हूँ. മലാക്കി 3:3. मलाकी का पुस्तक 3:3. അവൻ ഊതിക്കഴിക്കുന്നതിനെ പോലെയും വെള്ളി ശുദ്ധി വരുത്തുന്നതിനെ പോലെയും ഇരുന്നുകൊണ്ട് ലേവി പുത്രന്മാരെ ശുദ്ധീകരിച്ചു, പൊന്നുപോലെയും വെള്ളിയെപ്പോലെയും നിർമ്മലീകരിക്കും. അങ്ങനെ അവർ നീതിയിൽ യഹോവയ്ക്ക് വഴിപാടർപ്പിക്കും. എത്ര അനുഗ്രഹിക്കപ്പെട്ട വാക്യം, അതിനൊന്ന് ചിന്തിക്കാതെ. सोचिए 3 पढ़ेंगे. वह रुपए का तानने वाला और शुद्ध करने वाला बनेगा और लेवियों को शुद्ध करेगा और उनको सोने रुपए के समान निर्मल करेगा, तब वे यहोवा की भेंट धर्म से चढ़ाएंगे. आमीन. അപ്പോൾ നമുക്ക് ദൈവത്തിന് യോഗ്യമായ നിലയിൽ നമുക്ക് ദൈവത്തിന്റെ ഒരു ആരാധനയായി തീരണമെങ്കിൽ ദൈവത്താൽ നമ്മൾ ശുദ്ധീകരിക്കപ്പെടുക തന്നെ വേണം. तो इसके लिए अगर परमेश्वर के लिए उपयोगी बन जाए, एक बलिदान बन जाए, तो प्रभु के द्वारा शुद्धीकरण होना जरूरी है. Praise the Lord. मैं അപ്പോൾ ദൈവം തന്നെ ഈ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. और परमेश्वर स्वयं भी ये हमारे जीवन में कर रहा है. അപ്പോൾ നമുക്കറിയാം, ഇന്നത്തെ പുരോഹിതന്മാർ, നമ്മൾ രക്ഷിക്കപ്പെട്ട ഓരോരുത്തരും പുരോഹിതന്മാർ. हमने नए नियम में हम देखते हैं समय में जो याजक लोग हैं, वो नया जन्म पाया हुआ हर एक व्यक्ति एक याजक है. അപ്പോൾ നമ്മളെ കർത്താവ് ഓരോ ദിവസവും നമ്മളെ ഈ നിലയിൽ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുക. और इसके लिए प्रभु हमें इस तरीके से प्रतिदिन हमें पवित्र शुद्ध करते जा रहा है. അതുകൊണ്ട് അങ്ങനെയുള്ള സമയങ്ങളിൽ നാം എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം? ऐसे समयों पर हम कैसा रहना चाहिए, हमारा अवस्था मनोभावना क्या रहना चाहिए. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, हमारे जीवन में इस तरह का कष्ट से जब हम जाते हैं समय में, നാം പ്രതീക്ഷിക്കാത്ത പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ, ऐसा जो हम सोच भी नहीं सकते, ऐसा प्रतिकूल से हम जाते समय में, ഇവയെല്ലാം ഒരു യഥാർത്ഥ പരീക്ഷയായി നമ്മൾ കാണണം. ये सब हमको सही रीति से एक परीक्षा है करके
देखना है നമുക്ക് ഈ പരീക്ഷയെ ജയിക്കണം പ്രിയമുള്ളവരെ. और इस परीक्षा पे हमें जीतना है നമുക്ക് കർത്താവ് തന്റെ ആത്മാവിനെ പകർന്നിട്ടുണ്ട്. क्योंकि प्रभु ने अपना आत्मा हमको दिया है കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് വാഗ്ദത്തമുണ്ട്. प्रभु हमारे साथ है करके उसका प्रतिज्ञा प्रभु ने अपने साथ बांधा है ഈ വാഗ്ദത്തം അനുസരിച്ച് നമ്മുടെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കണം. तो ये इस तरह का वाचा जो प्रभु ने आपसे बांधा है ये बात को मानकर हमें प्रभु के चेहरे की ओर देखना है ഏത് സമയത്തും നമുക്ക് കടന്നു പോകാൻ ആവശ്യമായിരിക്കുന്ന കൃപ പകരുവാൻ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. Amen. कोई भी परिस्थिति में जीते समय में उसमें बल देने का अनुग्रह जो प्रभु देता है वो परिस्थिति में चलाने के लिए प्रभु हमारे साथ है നമുക്കറിയാം പൗലോസ്ലീഹ വളരെ തന്റെ ശരീരത്തിൽ തന്നെ വളരെ കഷ്ടമുണ്ടായിരുന്നു. ആ കഷ്ടത്തെ ഒന്ന് വിട്ടു പോകുവാൻ ആഗ്രഹിച്ചപ്പോൾ ദൈവം പറഞ്ഞെന്തുവാണ്, കർത്താവ് പറഞ്ഞെന്തുവാണ്, മകനെ ഈ കഷ്ടത്തിൽ നിന്ന് വിടുകയല്ല വേണ്ടത്, നീ കഷ്ടത്തിലൂടെ തന്നെ കടന്നു പോകണം, എന്നാൽ ഞാൻ നിനക്ക് കൃപ തരാന്ന് പറഞ്ഞു. കൃപ. तो इसके लिए जब पौलुस के जीवन में भी उसके शरीर में बहुत बड़ा जब रोग उसको आए, कांटे का अवस्था उसके जीवन में आया जो उसको बहुत तकलीफ दे रहा था, उसे हटने के लिए 3 बार प्रार्थना किया, लेकिन प्रभु क्या जवाब देता है, हे बेटे ये रोग अगर तुझसे हट गया, ये कांटा हट जाए उसके लिए नहीं, बल्कि ये तुझ में रहना चाहिए, मैं कष्ट से तुझे गुजारूंगा, लेकिन क्या करूंगा, मैं हटाऊंगा नहीं, मैं तेरा अनुग्रह मेरा अनुग्रह मैं तुझको दूंगा. ഈ അനുഗ്രഹം നിനക്കുണ്ടെങ്കിൽ ഈ കഷ്ടതയിലും നിനക്ക് എന്നെ സേവിക്കുവാൻ സന്തോഷത്തോടെ സേവിക്കാൻ കഴിയും. क्योंकि अगर मेरा अनुग्रह ये काफी है, अगर ये अनुग्रह तुझे मिल गया तो ये कष्ट के समय में भी, ये दर्द के समय में भी तू आसानी से मेरे लिए सेवा कर सकता है. പൗലോസ്ലീഹയുടെ ആഗ്രഹം കർത്താവിന് വേണ്ടി എനിക്ക് എന്തും ആയിത്തീരണം, അതിനു വേണ്ടിയിട്ട് എനിക്കിതൊരു തടസ്സമാണെന്ന് താൻ ചിന്തിച്ചേ. क्योंकि पौलुस को क्या लगा कि मैं प्रभु के लिए कुछ तो सेवक के रूप में हमेशा मैं सेवा करते रहूं, लेकिन ये कांटा एक रुकावट हो सकता है, ऐसा सोचकर वो बैठ गया था. എന്നാൽ കർത്താവ് പറയാണ്, ഇല്ല ഈ കഷ്ടത നിനക്ക് വേണം. लेकिन प्रभु कहता है कि ये कष्ट तुझे चाहिए. ദൈവമക്കളെ, ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ കർത്താവിനെ സേവിച്ചിട്ട് കഷ്ടത ഒഴിഞ്ഞുള്ള ജീവിതമാണ് നിങ്ങൾ നയിക്കുന്നതെങ്കിൽ നമ്മളൊന്ന് പരിശോധിക്കണം, നമ്മൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനോട് കൂട്ടായ്മയിലും ഒരു യഥാർത്ഥ വിശ്വാസി, ഒരു ക്രിസ്ത്യാനിയായിട്ടുള്ള ജീവിതമാണോ നയിക്കുന്നത്. तो इसके लिए हम विश्वासी जीवन में जीते समय में अगर बिना कोई कठिनाई का, बिना कोई कष्ट का अनुभव में अगर आप जी रहे हैं तो जरा अपना परखो कि मैं सच्चा मसीह जीवन में जी रहा हूँ क्या. ഇന്നും അനേക വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ കഷ്ടത വരുമ്പോൾ ഉടനെ തന്നെ അവരുടെ ആ ആറ്റിറ്റ്യൂഡ്, സ്വഭാവങ്ങളൊക്കെ അങ്ങ് മാറുകയാണ്. क्योंकि हम देखते हैं कि आज विश्वासियों के जीवन में जब कुछ भी कष्ट का अनुभव उनके आते समय में उनका स्वभाव बदल जाता है. അവർ കഷ്ടം സഹിക്കാനുള്ള ഒരുക്കം അവർക്കില്ല. क्योंकि कष्ट सहने का तैयारी उनमें है ही नहीं. കഷ്ടം എന്നൊക്കെ അതിനെ പേര് പറയാൻ പറ്റില്ല, കഷ്ടമേ അല്ല അത്, അവരതിനെ കഷ്ടമായിട്ട് തന്നെ എടുക്കുന്നതാണ്. कष्ट करके जब बोलते समय में हमें कष्ट का अवस्था करके बोलना नहीं, क्योंकि लाभ की बात है, लेकिन विश्वासी क्या करते हैं, ये कष्ट आया बोलकर उसको कष्ट के आधार पर ले लेते हैं. കഷ്ടമല്ലെങ്കിലും കഷ്ടമാണെന്ന് പറയുക. हाँ, ये तो कष्ट नहीं रहेगा तो भी अरे इतना बड़ा कष्ट आया, इतना बड़ा विपत्ति आया करके ऐसा बोल लेते हैं लोग. എന്നാൽ നമ്മളൊരു കാര്യം, ഞാൻ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താ, लेकिन प्रभु का वचन हमें क्या सिखाता है. നമുക്കറിയാം യാക്കോബ് 1:12 याकूब 1:12 में कहता है, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. पढ़ेंगे. धन्य है वो मनुष्य जो परीक्षा में स्थिर रहता है, क्योंकि वह खरा निकलकर जीवन का वो मुकुट पाएगा जिसकी प्रतिज्ञा प्रभु ने अपने प्रेम करने वालों से की है. അപ്പോൾ ഇവിടെ പരീക്ഷ സഹിക്കുന്ന, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ, കഷ്ടങ്ങൾ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. तो इस तरह का कष्ट और आपत्ति सहने वाला व्यक्ति धन्य है करके कहता है. അപ്പോൾ ഇന്ന് നമ്മൾ വാസ്തവത്തിൽ നമ്മൾ പ്രതികൂലങ്ങളെ, കഷ്ടങ്ങളെ നമ്മൾ സഹിക്കുന്നുണ്ടോ? तो इस तरह का आज कष्ट और प्रतिकूल जो हमारे खिलाफ है, जब आते समय में हम उसको सहने हो पा रहे हैं क्या? ചെറിയൊരു കഷ്ടം, പ്രയാസം ഉണ്ടാകുമ്പോഴേ തന്നെ അയ്യോ ആ പാട് വാടിക്കുഴഞ്ഞ്, അയ്യോ എന്നെ കൊണ്ട് പറ്റിയല്ല, അയ്യോ ഞാനൊരു ബലഹീനനാ, അതുകൊണ്ട് എനിക്കിത് പറ്റിയല്ല എന്ന് പറഞ്ഞ് ഒഴിയാനായിട്ട് പാടുണ്ടോ? तो क्योंकि देखो छोटा सा कष्ट क्या जीवन में आ गया बोलकर, अरे इतना बड़ा कष्ट आ गया बोलकर एकदम मुरझा जाकर, दुखी होकर, आलसी होकर, मैं तो एक कमजोर आदमी हूँ, मुझसे ये नहीं होगा बोलकर उससे बहाना देकर बाहर निकलने देखते हैं. ദൈവത്തിന് എന്റെ ബലഹീനത അറിയാം, ഞാൻ ഇതിലൊന്നും എനിക്ക് കഴിവില്ലാന്ന് ദൈവത്തിനറിയാം, പിന്നെ എനിക്ക് എന്തിനാ ഈ കഷ്ടം തന്നതെന്ന് പറഞ്ഞ് നമ്മൾ പിടികൊടുക്കുവോ? तो प्रभु जानता है कि मैं कमजोर हूँ और प्रभु जानता है कि मैं इससे बना नहीं रहेगा बोलकर वो कुड़कुड़ाता है. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഏതെങ്കിലും കഴിവുകേട്, അറിവുകേട് ഇതൊക്കെ ദൈവത്തിന് അറിഞ്ഞുകൂടെ? तो प्रभु को हमारा कमजोरी और जो हम भूल करते हैं ये सब बातें प्रभु जानता नहीं है क्या? ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നതിനെ നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കണം. लेकिन हमारे जीवन में जो आया हुआ कष्ट जो आया हुआ बात है उसको आते देखते समय पे हमें उसको आनंद करना है. നമ്മൾ അതിനൊക്കെ യോഗ്യരായി ദൈവം കണ്ടതുകൊണ്ട് അത് അനുവദിച്ചത്. क्योंकि हमारे जीवन में प्रभु ने हमको योग्य रीति से देखा है, इसके लिए वो कष्ट और विपत्ति हमको दिया है. ഞാനൊരു വാക്യം, വളരെ നിങ്ങൾ ചിന്തനീയമായ ഒരു വാക്യം ഞാൻ വായിപ്പിക്കാം. आपको विचार करने के लिए एक वचन में पढ़ना चाहता हूँ. സദൃശ്യവാക്യം 24:10.
नीति वचन 24:10। കഷ്ടകാലത്ത് നീ കുഴഞ്ഞു പോയാൽ നിന്റെ ബലം നഷ്ടം തന്നെ. വളരെ ചിന്തിക്കണം, വളരെ ശ്രദ്ധിക്കണം. എന്ന് പറഞ്ഞാൽ നിനക്ക് കഷ്ടമുണ്ടാകുമ്പോൾ അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് നീ നിലവിളിക്കുകയാണെങ്കിൽ നിന്റെ ബലം നഷ്ടം തന്നെ. എന്ന് പറയാൻ അവിടെ ഒരു പ്രയോജനമില്ല. Proverbs 24:10, नीति वचन 24:10। यदि तू विपत्ति के समय साहस छोड़ दे तो तेरी शक्ति बहुत कम है। നിങ്ങൾ വായിച്ചോ? आप लोग ने वो पढ़ा क्या? നമ്മൾ എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോഴേ നമ്മളിങ്ങനെ നിലവിളിക്കുന്ന ഒരു അനുഭവമാണെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ എത്രമാത്രം ദൈവത്തിൽ ശക്തരാണെന്ന് പറഞ്ഞാൽ അതിനകത്തൊരു അർത്ഥമുണ്ടോ? तो अगर हम इस तरह विपत्ति का समय हमारे ऊपर आते समय में और हम लोग रो रहे, गिड़गिड़ा रहे, बचाव करके बोल रहे, मुझसे नहीं हो रहा करके ये सब बातें बोल रहे हैं, तो मैं मसीह में बलवान हूँ करके बोलकर फायदा है क्या? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇങ്ങനെയുള്ള കഷ്ടങ്ങളിലും ദൈവത്തിൽ ആശ്രയിച്ച് അതിനെ ജയിക്കാൻ കഴിയണം. क्योंकि इस तरह का कष्ट आते समय में भी मसीह में आश्रय कर मसीह में निर्भर कर इस पर जीतना है। നിങ്ങൾ ഈ കഷ്ടതയൊക്കെ ഒഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ദൈവം ആഗ്രഹിക്കുന്ന ക്രിസ്തുവിന്റെ സ്വഭാവം നമുക്ക് പ്രാപിക്കാൻ കഴിയില്ല. तो अगर कष्ट से अगर हम लोग भागने देखते हैं, बचकर भागने देख रहे हैं, तो मसीह का स्वभाव में हमको बदलने नहीं हो पाएगा। നമുക്കറിയാം, ഇന്ന് അനേകരും ഈ കഷ്ടതയുടെ വാതിൽ പോകാത്തതുകൊണ്ട് അവർ മുൻകോപികളാണ്. പെട്ടെന്ന് എടുത്തടിച്ച പോലെ പിന്നെ കോപിക്കുക, ഒരു സഹിഷ്ണുതയില്ല, അങ്ങനെയുള്ള പെട്ടെന്ന് ചില തെറ്റായ തീരുമാനങ്ങൾ എടുക്കുക, ഇതൊക്കെ നമ്മൾ ഈ വാതിൽ പോകാത്തതുകൊണ്ട്. तो इसके लिए आज देखते हैं कि जब कष्ट का अवस्था परिस्थिति उनके जीवन में आते समय में वो आते ही उसके शुरुआत में ही वो लोग गुस्सेलो हो जाते हैं, मतलब पहले ही गुस्सा करते हैं, जल्दी से वो लोग अपना नियंत्रण खो बैठकर गुस्सा कर धीरज से ना सहने का एक अवस्था उनके अंदर आ जाता है और वो लोग गलत रास्ता या गलत निर्णय लेकर भटक जाते हैं। क्यों? क्योंकि मसीह का सही रीति का अनुभव वो लोग जाने नहीं। इसके लिए അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? हमारे जीवन में जो कमियां हैं उस बातों का पहचान पा रहे हैं क्या? ഈ കുറവുകൾ മാറ്റുന്നത് ബിരിയാണി കഴിപ്പിച്ചല്ല. ये कमियां हटाता है बिरयानी खाने की वजह से नहीं। നിങ്ങൾക്ക് നല്ല സുഖ ജീവിതം നിങ്ങൾ ചോദിക്കുന്നതെല്ലാം തന്നു നിങ്ങൾ തിന്ന് കൊടുത്ത് മെടിച്ച് തടിച്ചത് കൊണ്ടല്ല. हमें मेरा सुकून का जीवन का जीकर, आराम का जीवन जीकर, चैन का जीवन जीकर, खा के पीकर फुल कर एकदम मोटा हो जाना, उससे नहीं है। उससे थोड़ी हमारा कष्ट का जीवन हटेगा। നമ്മൾ ദിവ്യ സ്വഭാവമുള്ളവരായി മാറണമെങ്കിൽ നമുക്ക് നിശ്ചയമായും ദൈവം ഒരുക്കിയിരിക്കുന്ന ഈ പാതയെക്കുറിച്ചുള്ള നല്ല ബോധം ഉണ്ടായിരിക്കും. क्योंकि हमें अगर दिव्य स्वभाव का अगर भागीदार होना है तो प्रभु ने जो हमारे रास्ता तैयार किया है उसके साथ हमें एक रहना है। പ്രിയമുള്ളവരെ, ഈ വചനം എന്ന തീയിലൂടെ തന്നെ നമ്മൾ കടന്നു പോകണം. क्योंकि ये वचन जो आग है उसी में से ही हमें गुजरना ഈ चाहिए। വചനം അനുസരിക്കുവാൻ, ഈ വചനത്തിൽ നിലനിൽക്കുവാൻ നമുക്ക് കഴിയണം. ये वचन को मानना, इस वचन में बना रहने का अवस्था हमें होना चाहिए। ഞാൻ ഒരു ഭാഗം അതിനു വേണ്ടി വായിപ്പിക്കും. एक और भाग में पढ़ाना चाहता हूँ। നമ്മൾ റോമാലേഖനം 5:3-4 വാക്യം വായിക്കുമ്പോൾ रोमियो का पुस्तक 5:3 और 4 में അത് തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയെ ഉളവാക്കുന്നതിനറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ കഷ്ടങ്ങളിലും വിശുദ്ധന്മാർ പ്രശംസിക്കുന്നു, അല്ലെങ്കിൽ സന്തോഷിക്കുന്നു എന്നാണ് കാണുന്നത്. पढ़ेंगे 5:3। केवल यही नहीं वरन हम क्लेशों में भी घमंड करें। देखो, हम क्लेशों में भी घमंड करते हैं। उस समय में विश्वासी लोग को जब क्लेश या कष्ट या विपत्ति आते समय में उनमें वो लोग घमंड करते थे। അപ്പോൾ ആ കഷ്ടതയിലൂടെ പോയാൽ എന്തൊക്കെയാ കിട്ടുന്നത്? और उस कष्ट से जाएगा तो क्या क्या मिलेगा उनको? കഷ്ടതയിലൂടെയാണ് നമുക്ക് സഹിഷ്ണുത ലഭിക്കുന്നത്. उस कष्ट के द्वारा हमें धीरज मिलता है। എന്ന് വെച്ചാൽ इसका मतलब പ്രതികൂലങ്ങളും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് അതൊന്നും സഹിക്കാനും ക്ഷമിക്കാനും അതിനെ സന്തോഷത്തോടെ നമുക്ക് അനുഭവിക്കാനും കഴിയുന്നത് നമ്മൾ ഈ കഷ്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ ഗുണമുണ്ടാകുന്നത്. हाँ, तो मतलब कष्ट का और आपत्ति की अवस्था में हम जाते समय में क्या होता है? हमारे अंदर धीरज, सहन शक्ति, ये सब बातें सहने का, ये सब बातों में आनंद उठाने का वो जो गुण है, वो कष्ट के द्वारा जाते समय में हमारे अंदर वो गुण उत्पन्न होते रहता है। എത്രയോ കാര്യങ്ങളിൽ എത്രയോ പേര് വിശുദ്ധന്മാരെന്ന് പറയുന്നവര് പെട്ടെന്ന് അവർ നിരാശരാകുക, അവരുടെ ചിന്താഗതികളിലൂടെ അവർ നിർണയങ്ങൾ എടുക്കുക. അപ്പോൾ സഹോദരന്മാരുമായിട്ട് ഒന്നും മിണ്ടാനോ പറയാനോ ഒന്നും ഉത്സാഹമില്ലാത്തൊരനുഭവം, ദൈവത്തോടുള്ള കൂട്ടായ്മ പോലും വിട്ടുപോകുക. तो आज देखो, छोटा सा तकलीफ जब विश्वासियों के ऊपर आते समय में, वो ऐसा कठिनाई आते समय में वो लोग जल्दी निराश होकर, जल्दी दुखी होकर, वो निराशा का अवस्था में वो लोग फटाक से जो निर्णय लेना नहीं चाहिए वो निर्णय ना लेते हुए, भाइयों के साथ अच्छा रिश्ता ना रख, संगति में ना, भाइयों के साथ ना अच्छा रिश्ता रखते हुए कभी कभी संगति छोड़ दे, ये सब बातें निर्णय लेकर वो लोग दूर हो जाते हैं प्रभु से। അവർ ക്ഷമിക്കാൻ മനസ്സില്ല. क्योंकि क्षमा करने के लिए मन नहीं है। ഈ ക്ഷമ എവിടെ
എവിടെ ഉണ്ടാകുന്നത്? क्षमा कहाँ से होगा? നമ്മൾ ഈ കഷ്ടതയിലൂടെ പോകുമ്പോൾ इस कष्ट की अवस्थे से गुजरेंगे तभी होगा। നമുക്ക് ഈ കഷ്ടതയിലൂടെ പോകാതെ നമുക്ക് ക്ഷമിക്കാനുള്ള ആ വലിയൊരു കൃപ നമുക്ക് ലഭിക്കത്തില്ല. क्योंकि जब तक हम लोग कष्ट और कठिनाई से हम गुजरते नहीं है तब तक क्षमा का वो गुण उत्पन्न करके वो प्रभु हमको वो अनुग्रह नहीं दे पाएगा। കാരണം നമ്മളിൽ കഷ്ടത ഉൽപ്പന്നമാക്കാൻ വേണ്ടിയാണ്, സഹിഷ്ണുത ഉൽപ്പന്നമാക്കാൻ വേണ്ടിയാണ് കർത്താവ് ഈ കഷ്ടതയിലൂടെ വിടുന്നത്. क्योंकि अभी हमने पढ़ा धीरज उत्पन्न करने के लिए प्रभु हमको कष्टों से लेकर जाता है। ഈ സഹിഷ്ണുത എന്ന് പറയുമ്പോൾ നമുക്ക് ക്ഷമിക്കാനുള്ള കഴിവാണ്, നമുക്ക് മറ്റുള്ളവരെ സഹിക്കാനുള്ള കഴിവാണ്. यस, मतलब सहनशीलता मतलब ये धीरज का मतलब क्या है? दूसरों को आप सह सके, दूसरों को आप लोग उनको दया में प्रेम में रखकर क्षमा कर सके बोलकर वो सहने की क्षमता दूसरों के विरुद्ध आते समय में वो क्षमता को धीरज कहते हैं। ഇന്ന് നമ്മൾ ചിന്തിക്കുക, ഇന്ന് നമ്മുടെ ഉള്ളിൽ ആരോടെങ്കിലും ക്ഷമിക്കാത്ത എന്തെങ്കിലും കാര്യം കിടപ്പുണ്ടോ? क्या जरा सोचिए, इसके लिए आज हमारे जीवन में किसी और भाई को क्षमा करने का कारण हमारे अंदर होकर नहीं करने हो रहा, ऐसा कुछ बातें है क्या? ഞാൻ अनेक പ്രാവശ്യം എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ക്ഷമിക്കാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും സന്തോഷവാനായിരിക്കാൻ കഴിയില്ല. मैं हमेशा एक बात मैं जो हमेशा कहता हूँ, जो भाई क्षमा नहीं कर सकता वो कभी आनंदित नहीं हो सकता। ദൈവമക്കളെ, ഇന്ന് നമ്മൾക്ക് നമ്മുടെ മുഖം കാണുമ്പോൾ നമ്മൾ സന്തോഷവാന്മാരാണെന്ന് മറ്റുള്ളവർക്ക് യഥാർത്ഥമായി സാക്ഷിക്കാൻ കഴിയുമോ? इसके लिए आज जब लोग हमारा चेहरा देखते समय में एक क्षमा करने वाला व्यक्ति का चेहरा है करके देखकर उस बात का गवाही हम दूसरों को बता सकते हैं क्या? ഒരു വിശുദ്ധൻ എത്ര കഷ്ടത്തിലൂടെ പോകുമ്പോഴും അവന് മുഖത്തൊരു ചൈതന്യം, സന്തോഷം ഉണ്ടാകും. കാരണം അവർക്ക് ആ കഷ്ടതയുടെ നേട്ടം, അതിന്റെ ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്ന പദ്ധതി അവർക്ക് വെളിപ്പെട്ടിട്ടുണ്ട്. क्योंकि एक विश्वासी जब भी कष्ट में जाते समय में ऐसा विलाप या दुख का अवस्था में परिस्थिति उसके जीवन में आते समय में फिर भी उसका चेहरा चमक रहा है, आनंद पूर्वक है, तो मतलब प्रभु ने उसके लिए जो कष्ट देते समय जो उद्देश्य रखा था वो उद्देश्य का प्रकटीकरण वो विश्वासी को मिल चुका है, इसलिए वो विश्वासी आनंदित है। ഒരു യഥാർത്ഥ വിശുദ്ധന് എത്ര കഷ്ടത്തോടെ പോയാലും അവരുടെ മുഖത്തൊരു സന്തോഷം ഉണ്ടാകും. क्योंकि एक सच्चा पवित्र जन कितना भी बड़ा कष्ट से वो गुजर जाए तो भी उसका चेहरे में आनंद रहेगा। ഇന്ന് ആ സന്തോഷമുണ്ടോ? आज वो आनंद आप लोग में है क्या? ഞാൻ പലപ്പോഴും നിങ്ങളോട് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഇളയ സഹോദരി ലിസി ക്യാൻസറിനാൽ വളരെ വേദനപ്പെട്ട് അസഹിഷ്ണുത, അങ്ങനെ ഒരിക്കലും നമുക്ക് കണ്ടു നിൽക്കാൻ പോലും പറ്റിയല്ല. അങ്ങനെയുള്ള വേദനയിലായിരിക്കുമ്പോഴും നമ്മൾ അവളുടെ മുഖത്തേക്ക് നോക്കിയാൽ അവൾക്കൊരു പുഞ്ചിരിയാണ്. हाँ, मैं हमेशा मेरा छोटी बहन का मैं गवाही देता हूँ। मेरी छोटी बहन वो कैंसर से लथपथ थी और हमेशा उसको वो और जो वेदना से वो जाती है, ये बात कोई भी अगर देख लेगा तो उसको देखने का मन नहीं करे, क्योंकि वो बहुत दर्द से जा रहा है करके देखने वाले को सहन नहीं होता था। लेकिन जो कोई भी मेरा बहन को चेहरे को देख लेगा उसको वो चेहरे में हमेशा एक खुशी का एक हंसी उसमें रहती थी। അവിടെ കാണുന്ന ഡോക്ടർമാർ, അന്യജാതിക്കാരായ ഡോക്ടർമാർ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്, ലിസി ഇതിനെ കണ്ടാൽ നിനക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു അസുഖമുള്ളതായിട്ട് പറയില്ല. हाँ, उसको ट्रीट करने वाला जो डॉक्टर लोग है वो अन्य जाति है, वो लोग जब भी मेरे बहन को देखते समय में, लिसी बहन को देखते समय में बोलता था आपको कैंसर से पीड़ित हो करके कोई बोलेगा नहीं करके, ऐसा उन लोगों का गवाही था। ദൈവമക്കളെ, ഇന്ന് നമ്മളെ കാണുമ്പോൾ മറ്റുള്ളവർ എന്ത് പറയും? प्रियो, आज हमें लोग देखते समय में हम क्या गवाही देते हैं? നമുക്ക് സഹിക്കാൻ കഴിയുന്നുണ്ടോ? क्या हमें सहने हो पाता है क्या? നമുക്ക് ക്ഷമിക്കാൻ കഴിയുന്നുണ്ടോ? हमें क्षमा करने हो पाता है क्या? എങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ സന്തോഷിക്കാൻ കഴിയൂ. तो ही हम लोग सही रीति से आनंद कर सकते हैं. നമുക്ക് യഥാർത്ഥത്തിൽ ആത്മാവിന്റെ ഫലമായ സന്തോഷം വെളിപ്പെടണമെങ്കിൽ നമുക്ക് ഇങ്ങനെ സഹിക്കാനും ക്ഷമിക്കാനും കഴിയണം. तो अगर आत्मा का फल का जो गुण है, जो आनंद, अगर उसका अनुभव अगर हमें करना है तो वास्तव में क्षमा और में करना जरूरी है. കാരണം ഇതിലൂടെയൊക്കെ നമുക്ക് ലഭിക്കുന്നത് പ്രത്യാശയാണ്. क्योंकि ये सब के द्वारा हमको मिलता है क्या है? आशा. നമ്മുടെ കർത്താവ് വരുമ്പോൾ നമ്മൾ കർത്താവിനോട് കൂടി ആയിരിക്കും. क्योंकि क्या हो, उसका कारण क्या है? क्योंकि जब प्रभु आएगा हम उनके साथ रहेंगे, ये आशा उत्पन्न होते बढ़ते रहता है. നിങ്ങൾ ആ റൂട്ടെല്ലാം പഠിക്കണം. आप वो ये रास्ता को सही रीति से समझना है. അതെല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഈ വചനമാണ്. क्योंकि ये सब हमें समझा के देता है प्रभु का वचन है. വാസ്തവത്തിൽ എനിക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഒരുപാട് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. जब क्योंकि वचन जब लेते समय में मुझे बहुत से बातें बोलने के लिए आग्रह तो आता है. എങ്കിലും സമയത്തിന്റെ പരിധി കൊണ്ട് ഞാൻ അടുത്ത ഒരു കാര്യം, ഈ വചനത്തിന്റെ മറ്റൊരു സവിശേഷത ഇതിനോട് ചേർന്ന് തന്നെ യിരെമ്യാ പ്രവചനത്തില് 23-ാം അധ്യായത്തിന്റെ അതിന്റെ 29-ാം വാക്യം വായിക്കുമ്പോൾ, लेकिन इसी के साथ साथ दूसरा एक गुण को मैं बताना चाहता हूँ. समय की कमी होने की वजह से दूसरा विषय में मैं जा रहा हूँ. वो यही वचन का मूल्यता के विषय में यिर्मयाह का पुस्तक 23:29 में हम पढ़ते हैं. ഇവിടെയും ഈ വചനത്തെ തീയോടും അതിനെ ചുറ്റുകയോടും ഉപയോഗിച്ചിട്ടുണ്ട്. यहाँ पर भी देखो प्रभु का वचन आग के समान और उनका वचन जो है हथौड़े के साथ तुलना किया है. അതിന്റെ 23-ന്റെ 29-ാം വാക്യം 23 का 29 पढ़ेंगे. എന്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. पढ़ेंगे. यहोवा की यह वाणी है, क्या मेरा वचन आग सा नहीं है
फिर क्या वह ऐसा हथौड़ा नहीं जो पत्थर को फोड़ डाले? Amen. Yes, yes. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, എത്ര കഠിന ഹൃദയന്മാരെയും നമുക്കറിയാം, പാറയെ തകർക്കുന്ന ചുറ്റിക. हम जरा सोचे कितना कठोर हृदय का रहेगा तो भी उसको तोड़ देने वाला, क्योंकि एक चट्टान को तोड़ने वाला हथौड़े के समान है प्रभु का वचन. നമ്മൾ ചിന്തിക്കുക, अब जरा सोचिए, ഒരു കാലത്ത് നമ്മുടെ എല്ലാം ഹൃദയം എങ്ങനെയായിരുന്നു? एक समय में हमारा हृदय कैसा था? ഹൃദയം കഠിനപ്പെട്ട് അത് കല്ലുപോലെ കഠിനപ്പെട്ടതല്ലായിരുന്നു. हमारा हृदय कठोर होते 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 चट्टान के समान, पत्थर के समान कठोर हो गया था ना. എന്നാൽ ഈ വചനമാണ് ആ ഹൃദയത്തെ ഉടച്ചത്. लेकिन वो ये वचन ही तो है जो हमारा इस कठोर हृदय को तोड़ा है. Praise the Lord. Amen. ഇത് ഈ വചനമെന്ന ചുറ്റിക ഉപയോഗിച്ചില്ലായിരുന്നെങ്കിൽ നമുക്കൊരിക്കലും ഈ നല്ലൊരു അനുഭവം, ഈ യഥാർത്ഥ രക്ഷയുടെ അനുഭവം നമുക്ക് ലഭിക്കില്ല. अगर वचन का वो हथौड़ा प्रभु ने अगर हमारे पर इस्तेमाल नहीं किया होता तो कभी भी हम लोग ये उद्धार का रास्ता का अनुभव हम में चल नहीं पाते थे. അല്ലേ? നമ്മള് കല്ലായുള്ള ഹൃദയമായിരുന്നാ പറയാം, കല്ലായുള്ള ഹൃദയം. वचन कहता है कि हमारा हृदय जो है कठोर था, पत्थर समान हमारा हृदय कठोर था. നിങ്ങൾക്ക് വചനങ്ങളൊക്കെ സുപരിചിതമായതുകൊണ്ട് ഞാൻ എടുത്തിട്ട് എല്ലാം വായിക്കാൻ ആഗ്രഹിക്കാത്തത്. वचन में आप लोग को पहचान है, इसके लिए मैं वो सब वचन में नहीं लेना चाहता था. നമ്മള് ഹെസ്കേൽ 36:26 വായിക്കുന്നത്, एजेकिएल 36 का 26 में हम पढ़ते हैं. അവിടെ എന്താ വായിക്കുന്നത്? तो हम क्या पढ़ते हैं बी पार्ट में? അതിന്റെ ബി പാർട്ടിലുണ്ട്, കല്ലായുള്ള ഹൃദയം. हाँ तुम्हारी हाँ, तुम्हारी देह में से पत्थर का हृदय निकाल हाँ, देखो तुम्हारे देह में, तुम्हारे अंदर जो पत्थर का हृदय था उसको निकाल कर. അപ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? हमारे हृदय का अवस्था क्या था? അത് കല്ലായുള്ള ഹൃദയമായിരുന്നു. पत्थर सा हृदय था वो. ഭയങ്കരല്ലേ? कितना भयानक बात है ना वो. ആ ഹൃദയത്തെ ഇങ്ങനെ മാംസളമായ ഒരു ഹൃദയമാക്കി മാറ്റണമെങ്കിൽ അത് ഈ ദൈവവചനത്തിന് മാത്രമേ കഴിയൂ. Amen. तो उस पत्थर वाला हृदय को सौम्य बनाया, मांस जैसा हल्का बनाया, नम्र बनाया है, तो वो वचन के आधार पर ही होगा ना. നമുക്കറിയാം, ഒരു തട്ടാന്റെ കയ്യിലേക്ക് ഒരു രൂപവും ഇല്ലാത്ത ഒരു ഇരുമ്പ് കഷ്ണം കൊടുത്തു കഴിഞ്ഞാൽ ഈ തട്ടാൻ എന്ത് ചെയ്യുന്നു? ഈ തട്ടാൻ അതിനെ തീയിലേക്ക് ഇടുന്നു. അത് തീയിലേക്ക് ഇട്ടിട്ട് അത് എന്ത് ചെയ്യുന്നു? നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ തട്ടാൻ്റെ അവിടെ? ഇന്നത്തെ ആരാ തട്ടാൻ്റെ അവിടെ പോകുന്നത്? ഞങ്ങൾക്ക് ഇഷ്ടം പോലെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കൂടെ ഇരുന്ന് അതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ആ തീച്ചുളയിൽ കിടന്ന് ആ തീ കൊണ്ട് അത് ചൂടായി, അത് കാണുമ്പോൾ ഒരു തീക്കഷ്ണം പോലെ തോന്നും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അത് കുടിലുകൊണ്ട് എടുത്ത് വെച്ചിട്ട് ഈ കൂടം കൊണ്ട് അടിക്കും. അടിച്ചടിച്ചടിച്ച് അവസാനം അതിനെ രൂപപ്പെടുത്തി നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ആയുധമാക്കി, കത്തിയോ വാളോ പിന്നെ അങ്ങനെ നമ്മൾ എന്താ ആഗ്രഹിക്കും അതുപോലെ ഒന്നാക്കി അത് എങ്ങനെയാണ് മാറ്റുന്നത്? ഈ തീയിലിട്ടിട്ട് പിന്നെ ഈ ചുറ്റി കൊണ്ട് അടിച്ചടിച്ചടിച്ചാകുന്നത്. हम एक लोहार का जीवन को अगर हम देखें तो आप अभी का समय में लोहार ने कितने लोगों को देखा है मैं नहीं जानता, लेकिन मैं लोहार के साथ रुका, उनके साथ काम में मदद भी किया हो. एक लोहार को आप एक लोखंड देंगे जिसका कोई रूप नहीं, आकार नहीं, वो क्या करेगा? सबसे पहला वो आग का भट्टी पे डालेगा. उस आग का भट्टी पे डालकर उस पर हवा मारकर वो क्या करता है? आग का तेज को बढ़ाते क्या करता है? वो लोखंड को आग के समान बना देता है, मतलब वो एकदम लाल हो जाता है, आग जैसा हो जाता है. फिर उसको लेकर उसको मार मार कर वो लोहे को रूप और आकार देता है, यानी कि हमारे लिए उपयोगी पात्र बनाता है. यानी कि क्या, चाहे चाकू हो या तलवार हो या और कोई उपकरण हो जो हमें जरूरत है, ये सब बातों का वो उसको रूप आकार देकर मार कर वो लोहे को रूप देता है. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ഒരു പ്രാവശ്യം എടുത്ത് അത് ഇച്ചിരി ഒന്ന് ആദ്യം കണ്ടാൽ ഉടനെ വീണ്ടും ആ തീയിലേക്ക് ഇടും. എന്നിട്ട് പിന്നെ അത് തീക്കുണ്ടം പോലെ ആയി കഴിയുമ്പോൾ വീണ്ടും എടുത്ത് വീണ്ടും അടിക്കും. ഇങ്ങനെ എത്ര അടിച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഉപയോഗമുള്ള ഒരു ഉപകരണമായി മാറും. तो जरा सोचो, वो लोहा जब उसमें जब आग के भट्टी में डाला, फिर निकालेगा, उसको मारेगा, फिर वो देखता है कि जब लोहा ठंडा हो रहा तो क्या करेगा? तुरंत वो वापस आग का भट्टी में डालेगा, फिर तुरंत उसको जलाएगा. जब वो लाल समान हो गया तो फिर से बाहर निकालेगा, फिर से मारेगा, फिर से बुझ रहा तो फिर से. इस तरह लोहा कितने बार वो लोहे के ऊपर कार्य करके मार कर उसको आग देते रूप आकर कितने बार उसको देकर एक उपयोगी पात्र बनाता है. എന്നാൽ ഇന്ന് എന്നാ കുഴപ്പം അറിയാം? लेकिन आज तकलीफ क्या है? ഇന്ന് ഈ വചനം എന്ന ഇത് നമ്മളൊരു ചിറ്റികയായിട്ട് ഉപയോഗിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അത് അങ്ങോട്ട് പൊട്ടിപ്പോവുക എന്ന് പറഞ്ഞാൽ അങ്ങ് തകർന്നു പോവുക എന്ന് പറഞ്ഞാൽ പിന്നെ അവരെ കൂട്ടായ്മയെ കാണിയാണ്. आज अगर हम लोग ये वचन को हथौड़े के रूप में अगर किसी के ऊपर इस्तेमाल करेंगे तो क्या होगा? उनका अवस्था, वो लोग एकदम टूटकर गिर जाते हैं, अवस्था हो जाता है. फिर कुछ देर के बाद उन लोग को संगति में ही नहीं दिखेंगे. वो लोग ആർക്കെങ്കിലും അവരുടെ തെറ്റ് തിരുത്താനായിട്ട് നമ്മൾ ദൈവവചനം ശക്തമായിട്ടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തർജ്ജമ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് തർജ്ജമ ചെയ്യാനൊന്നും അവർക്കതൊന്നും ഇന്നത്തെ തലമുറയ്ക്ക് അതൊന്നും വേണ്ട. हाँ देखो, वचन का इस्तेमाल क्या करना है? हमने पहला दूसरा तिमोथी 3 में क्या पढ़ा? उसमें सुधार लाने के लिए, जो गलत है वो सही बात बताने के लिए. इसलिए वचन जो हमारा हथौड़ा है
है वो हथौड़ों का इस्तेमाल करके गलत बात क्या है यदि अगर हम बताने में जाएंगे तो आज लोगों को पसंद नहीं, आप हमको सुधारना नहीं, आप हमें ऐसी सब बातें नहीं करने का बोलकर गुस्सा करते हैं। ഒന്ന് സാഹസിക്കാനൊന്നും ഇന്ന് കൂട്ടായ്മയിൽ എവിടെയാ ശാസന കേൾക്കാൻ? എന്തെങ്കിലും അവർക്ക് ഇഷ്ടമില്ലാത്തൊരു സ്വരം കേട്ട് കഴിഞ്ഞാൽ ആളങ്ങോട്ട് പൊട്ടിത്തെറിക്കല്ലേ? आज हम क्योंकि वचन में कहा है कि उनको डांटना है, सुधारना है करके, आज डांटना छोड़ो, हम लोग बात करने के समय में जो टोन भी अगर थोड़ा बदल जाएगा, ये मुझे टोक रहा है करके उस टोन में भी बदलावट आ गया तो लोगों को पसंद नहीं है सुनना। വാസ്തവത്തിൽ ഇന്ന് ശുശ്രൂഷ എത്ര ഭാരമാതിരിയോ എന്ന് പറഞ്ഞാല് മനുഷ്യന്റെ ഹൃദയം അതുപോലെ കഠിനമായിരിക്കുക। क्योंकि आज इसलिए मसीह में सेवा करना वो सेवकों के लिए बहुत कठिन बन चुका है, क्योंकि लोगों का हृदय उतना कठोर है, उनको सुधारने के लिए बहुत मुश्किल है। ചില ദൈവവചനം വന്നാല് ആ വചനം അവരുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുക. അപ്പൊ അവരുടെ ചിന്തകാരിയോ ഇത് ആരെങ്കിലും ദേവദാസനോട് പറഞ്ഞിട്ട് എന്നെ കുറിച്ച് പറയുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഹൃദയം കഠിനമാക്കുകയല്ലാണ്ട് അവരുടെ ആ തെറ്റുകളെ തിരുത്താൻ മനോഭാവമുള്ളവര് ഇന്ന് വിശ്വാസികളിൽ വളരെ കുറവാണ്। जब कुछ लोगों का गलती जब बोला जाता है तो वो सुनने वाला लोग क्या बोलते हैं, अरे मेरा ये गलती प्रभु का दास को किसने बोला, मतलब प्रभु का दास अभी मुझे टोक रहा है, मुझे डांट रहा है बोलकर, तो आने वाला वचन जो सुधार के लिए कारण होना चाहिए था वो वचन वो विश्वासी को कठोरता का कारण बन के और कठोर होकर वो और विरुद्ध और बलवा करने लगता है। ഞാൻ നമ്മള് ദൈവസന്നിധിയിൽ ആരും പറഞ്ഞു കേട്ടൊന്നും പറയാറില്ല. ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന അനുസരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ദൈവസന്നിധിയിൽ പറയുക. क्योंकि मैं कभी भी किसी और का बातें सुनकर नहीं संदेश देता, बल्कि प्रभु का आत्मा मुझे जो बोलता है वो बोझ से मैं आप लोगों को बताता हूँ। എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നുണ്ട്. നമ്മുടെ ജോൺ സഹോദരൻ നമ്മുടെ മധ്യ ഉള്ളപ്പം ആ സഹോദരനോട് എപ്പോഴും പറയായിരുന്നു, എൻ്റെ പൊന്നു ദൈവദാസനെ ഇപ്പം പലരും എന്നെ തെറ്റിദ്ധരിച്ച് കാണും. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ വീട്ടിൽ പോയപ്പം ഞാൻ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഓർപ്പിച്ചായിരുന്നു, അത് തന്നെ ഇത് ദേവദാസൻ ഓർപ്പിച്ചത്. അപ്പൊ അവർ വിചാരിക്കും ഇത് ഞാൻ പറഞ്ഞിട്ട് ദേവദാസൻ വീണ്ടും ഇങ്ങനെ പറയാന്ന് വിചാരിക്കും എന്ന് പറഞ്ഞ് പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്. हमारे बीच में नासिक मंडली में एक जॉन भाई करके था, काफी समय पहले की बात है, तो ये बात मुझे याद आ रहा है। ये भाई जब मैं संदेश देते समय में क्या हो गया, संदेश हो जाने के बाद तुरंत जॉन भाई मेरे पास आकर बोलता था, अरे प्रिय भाई देखो अभी तो गड़बड़ हो गया, क्योंकि मैं दूसरे लोगों के घर पे जाकर जब मैं विजिटिंग करता था मैं हमेशा लोगों को प्रोत्साहन करता था और ये गलती मैं दिखता था तो उनको तुरंत वचन के आधार पर मैं उनको सही क्या है बताता था। लेकिन और आज वही बात जो मैंने घर घर पे जाकर बोला वो सेम बात आपने बोला, मेरे लिए आश्चर्य की बात है, लेकिन लोग सुनने वाले लोगों को क्या लगेगा, मैंने आप सबको बताया है करके, इसके लिए आप टोकने के लिए लोगों को बोला है करके लोग गड़बड़ी में लेगा क्या बोलकर इस तरह रोज आकर लगभग हमेशा आकर मुझे ये बात वो गवाही देता था। ഇത് ആ സഹോദരൻ മാത്രമല്ല, പ്രിയ സഹോദരൻ പോളും അങ്ങനെ പലപ്പോഴും എന്നോട് പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ये केवल सिर्फ जॉन भाई भी नहीं, हमारे बीच में अभी भी रहने वाला पॉल भाई भी ये सेम गवाही मुझे दिया है। എന്നാൽ ദൈവമക്കളെ, നമ്മൾ ദൈവസന്നിധിയിൽ ഇരുന്നുകൊണ്ട് ദൈവവചനം കേൾക്കുമ്പോൾ ദൈവം എന്നോട് സംസാരിക്കുകയാണെന്ന് നമ്മൾ വിശ്വസിച്ച് കേട്ടെങ്കിൽ മാത്രമേ ഈ ലോഗോസ് എന്ന വചനം റീമയായിട്ട് നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുകയുള്ളൂ. इसलिए प्रियो, जब हम प्रभु के वचन की उपस्थिति में बैठते समय में हम लोग वचन को ग्रहण करते समय में ये वचन जो भी दास जब प्रभु का वचन बांटते समय में मेरे लाभदायक होना है, आत्मा में बनना है, तो ये परमेश्वर की ओर से वचन है, ये मेरे सुधार और मेरे लाभ के लिए है। उस मन अवस्था से अगर हम वचन सुनेगा तो ये लिखा हुआ वचन जिसको लोगोस कहते हैं, ये लोगोस का वचन अगर मुझे आनंद और जीवन बनना है यानी कि रीमा बनना है तो वो तरह का मन रखेगा तो ही होगा। प्रभु का स्तुति हो। ഇന്ന് അനേകരും ഇത് ലോഗോസ് എന്നവണ്ണം മാത്രമേ കാണുന്നുള്ളൂ, റീമയായിട്ട് അവർക്ക് അവരുടെ ജീവിതത്തിൽ അനുഭവമാകുന്നില്ല. आज बहुत से लोगों को ये वचन किस लोगोस के रूप पर सिर्फ वचन और पट्टी के रूप में उन लोगों को दिखता है, जीवन बनने के लिए, लाभ बनने के लिए यानी रीमा बन जाए इस अनुभव में उन लोगों को प्रवेश करने नहीं हो पा रहा। അപ്പോൾ നമ്മൾ ഈ വചനത്തിലൂടെ വാസ്തവത്തില് നമ്മള് അങ്ങനെ ആരോടും പേരെടുത്ത് പറഞ്ഞില്ല, ഒന്നുമില്ല, ദൈവാത്മാവ് പ്രേരിപ്പിച്ചത് പറഞ്ഞോളൂ. ഇവിടെ വചനം പറയുന്നത് എന്തുവാണ്? നമ്മൾ ഇച്ചിരി മുമ്പ് വായിച്ചല്ലോ 2 തിമോത്തി 4-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് പിന്നെ വചനത്തിലൂടെ നീ എന്ത് ചെയ്യണം? പിന്നെ ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക, 3 കാര്യം പ്രത്യേകം എടുത്ത് പറഞ്ഞിരിക്കുക. हाँ, तो वहाँ पर उसका अभी देखो हमें जय किसी का नाम लेकर तभी मेरा संदेश किसी को टोककर या नाम लेकर बोला नहीं, बल्कि आत्मा ने जो गवाही दिया वही बात को मैं बता रहा हूँ। तो वचन का इस्तेमाल क्या करना है? 2 तिमोथी 4 का 2 अध्याय का B पाठ पढ़ना, सहनशीलता और उपदेश देते हुए सब प्रकार की सहनशीलता और शिक्षा के साथ उल्हना दे और डांटे। तो ये सब बातें वचन के आधार पर करना है करके वचन कहता है। പക്ഷെ ഇന്നിപ്പോൾ ശാസിക്കാൻ പേടിയാണ്. आज लेकिन डांटना बोला तो प्रचारक को डर लगता है, തർജ്ജനം ചെയ്യാനും പേടിയാണ്. उसको उल्हाना करना यानी कि उसका सही अर्थ बताना बोला तो भी डर लगता है, പ്രബോധിപ്പിക്കാന്ന് പറഞ്ഞാൽ ഒട്ടും പാടില്ല. प्रोत्साहन करो बोला तो बिल्कुल नहीं करना। Praise the Lord. ഞാൻ
നമ്മുടെ മധ്യത്തിൽ ചില സഹോദരന്മാരുടെ പോലും അവരോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവരതിനെല്ലാം ഒരു തെറ്റായിട്ടുള്ള നെഗറ്റീവ് രീതിയിൽ എടുത്തിട്ട് അവർ വിസിറ്റിംഗ് നിർത്തിയെന്ന് മാത്രമല്ല കൂട്ടായ്മയ്ക്കെതിരെ പ്രവർത്തിക്കാൻ ആരംഭിച്ചു. तो आज मैं जब विजिटिंग करते समय में दूसरा भाई लोग है जो अधिकार में जो प्रभु का जो सेवक में वो लोग भी आगे बढ़ते हैं, उन लोगों को भी जाकर जब मैं ये सब बातें प्रोत्साहित करता हूँ तो वो लोग इसका गलत रीति से लेकर ये मुझे टोक कर बोल रहा है यार, एकदम नकारात्मक रीति में लेकर वो लोग एकदम दुखी बात कर वो लोग क्या हो गए, वो लोग को दूसरों को विजिटिंग करने के लिए प्रोत्साहन देने वो लोग रुक भी गए. केवल उतना ही नहीं बल्कि अगर गए तो भी वो कलीसिया के विरुद्ध बोलकर लोगों में बलवा और गुस्सा लाता है. എത്രമാത്രം ദുഃഖകരമായ ഒരു അനുഭവം. कितना दुखी बात है वो. ദൈവവചനത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ നമ്മൾ എങ്ങനെ കൈക്കൊള്ളും? परमेश्वर का वचन का सच्चाई जब हमारे सामने आते समय में उसको किस मनोभावना से हमें ग्रहण करना है प्रियो. നമ്മൾ ഇത്രയും ആത്മപ്രേരണയോടെ ദൈവസ്നേഹത്തിൽ ഓർപ്പിച്ചിട്ട് പോലും ഇതാണ് പദവിയെങ്കിൽ നമ്മൾ ഈ വചനത്തിലൂടെ ആരോടെങ്കിലും ശക്തമായിട്ടൊന്ന് പറയുമ്പോൾ അവരുടെയൊക്കെ അവസ്ഥ എന്താണ്? तो जरा सोचो ना, इतना बड़ा प्रभु ने अवस्था हमको देकर वचन में हम लोग को वो वचन मिला हुआ बात प्रभु के उपस्थिति में समर्पण कर वो वचन मिलकर जब आप लोग वो बांटते समय में ये अगर ऐसा अवस्था है तो फिर कैसा चलेगा? ഈ സത്യവചനം ഈ പത്യവചനം കൈക്കൊള്ളുവാൻ നമുക്ക് മനസ്സുണ്ടോ? क्योंकि यह सच्चा वचन को ग्रहण करने के लिए, खरा उपदेश को मानने के लिए हमें मन है क्या? നമുക്ക് ഈ വചനം അത് ഇഷ്ടിക പോലെയാണെന്ന്. क्योंकि ये वचन जो है हथौड़े के समान है. ഇവിടെ നമുക്ക് പലയിടങ്ങളിൽ താഴേണ്ടി വരും, കുനിയേണ്ടി വരും, ഇല്ലാതാകേണ്ടി വരും, നമ്മളെ തന്നെ ശൂന്യമാക്കേണ്ടി വരും. क्योंकि प्रियो बहुत सा अवस्था परिस्थिति आएगा, उस परिस्थिति में हमको झुकना पड़ेगा, हमको दंडवत करना पड़ेगा, हमको नम्र होना पड़ेगा. इस तरह का झुका हुआ अवस्था में हमें अधीन होना पड़ेगा. നമ്മൾക്ക് കർത്താവിന്റെ അതേ സ്വഭാവത്തിലേക്ക് നമുക്ക് രൂപാന്തരം പ്രാപിക്കണമെങ്കിൽ നമ്മളിൽ ഇത് വചനം ഒരു ചുറ്റിക എന്ന വണ്ണം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണം. तो इसके लिए मसीह के रूप में अगर अनुरूप होना है तो उन लोगों के जीवन में वचन का हथौड़ा का कार्य होना उनमें जरूरी है. प्रभु का स्तुति. അങ്ങനെ അതിന് നമ്മൾ പൂർണ്ണമായും വിധേയപ്പെട്ടാൽ, അതിന് വിനയപ്പെട്ടാൽ, അതിന് നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താൽ നമ്മളെ ദൈവം ഉപയോഗിക്കാൻ കഴിയാവുന്ന നല്ലൊരു ഉപകരണമായിട്ട് മാറും. तो इसके लिए उस वचन के सामने आते समय में अपने आप को झुकाकर वो वचन हमें नम्र कराकर दीन कराकर आदि करा दिया तो प्रभु हमें इस्तेमाल करने के लिए बहुत आसानी होगा. നമ്മൾ ഈ വരുന്ന വചനങ്ങളെ നമ്മൾ തള്ളിക്കളയരുതേ. आया हुआ वचनों को कभी हम लोग ठुकराए ना प्रियो. തെസ്സലോനിക്ക സഭയെ കുറിച്ച് പൗലോസ് പറയുമ്പോൾ നല്ലൊരു സാക്ഷ്യം പറയുന്നുണ്ട്. തെസ്സലോനിക്ക कलीसिया के विषय में पौलोस का बहुत अच्छा गवाही देता है. നമുക്ക് അതിന്റെ 1 തെസ്സലോനിക്ക 1 അധ്യായം 6-7 വാക്യം ഞാൻ വായിക്കുന്നു. पहला തെസ്സലോനി 1 अध्याय 6 और 7 में हम पढ़ेंगे. ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. അങ്ങനെ നിങ്ങൾ മക്കെദോനിയയിലും അഖായയിലും വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും മാതൃകയായി തീർന്നു. पढ़ेंगे 6 और 7. तुम बड़े क्लेश में पवित्र आत्मा के आनंद के साथ वचन को मानकर हमारी और प्रभु की सी चाल चलने लगे, यहाँ तक कि मकेदोनिया और अखाया के सब विश्वासियों के लिए तुम आदर्श बनी. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ ഈ വചനം വരുമ്പോൾ इसलिए जब वचन आते समय में നമ്മൾ എന്ത് ചെയ്യണം? हम क्या करना है? പരിശുദ്ധാത്മാവിലുള്ള സന്തോഷത്തോടെ കൈക്കൊള്ളണം. पवित्र आत्मा का आनंद से हमें वो वचन को स्वीकारना है. ഏത് കഷ്ടത്തിലാണെങ്കിൽ कोई भी कष्ट क्यों ना हो, ദൈവവചനം നമ്മുടെ അടുക്കിലേക്ക് വരുന്നുവെങ്കിൽ, प्रभु का वचन अगर हमारे पास आ रहा है तो ഇതിന്റെ മഹത്വം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് പിന്നീട് വളരെ വിശദീകരിച്ച് തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇന്നും വചനത്തോടുള്ള ജനത്തിന്റെ ആ ഇടപെടലുകളുടെ ആ കുറവ് നിമിത്തമാണ് ഇന്ന് അനേകം വീണ്ടും വണ്ണം വളരാത്തത്. तो आज इसके लिए वचन का उपस्थिति जब हमारे पास आते समय में उसका लाभ क्या है, हमें उसका विषय मुझे और वर्णन तो बहुत करना है. क्योंकि आज लोगों का मनो अवस्था वचन जब उनकी उपस्थिति में आते समय में सही रीति से वो वचन को ग्रहण ना करने का अवस्था ना होने की वजह से, उनका मना अवस्था ना होने की वजह से वचन में उनको बढ़ने नहीं हो पा रहा. ഈ വചനം കൈക്കൊണ്ടവര് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നതാണ് അവിടെ പൗലോസ് പറയുന്നത്. पौलुस क्या कहता है? जो ये वचन को ग्रहण किया, उनको स्वीकारा, वो हमारे लिए भी प्रभु के लिए भी लाभदायक हुआ करके अभी हमने पढ़ा. മാത്രമല്ല മറ്റനേക ഇടങ്ങളിലെ സഭകളിലുള്ളവർക്കും അവര് മാതൃകയായി. और दूसरा अन्य कलीसियाओं के लिए भी वो एक आदर्श भी बन गया. Praise the Lord. ഈ ദൈവത്തിന്റെ വചനം വരുമ്പോൾ ഒരിക്കലും നമ്മൾ അതിനെ തിരസ്കരിക്കരുത്. അതിന് നമ്മൾ സന്തോഷത്തോടെ, ആത്മാവിലുള്ള സന്തോഷത്തോടെ കൈക്കൊള്ളണം. इसके लिए जब भी प्रभु का वचन हमारी उपस्थिति में आते समय में उसको कभी भी उसको ठुकराए ना, बल्कि आत्मा का वचन है बोलकर उसको स्वीकारना है. അപ്പോൾ ഈ വചനത്തിന്റെ ഒരു വലിയ സവിശേഷത ഞാൻ നിങ്ങളെ പറഞ്ഞിരിക്കാം. इसलिए ये वचन का एक बहुत बड़ा मूल्यता को मैं बताना चाहता हूँ. ഞാൻ രണ്ട് കാര്യം പറഞ്ഞു. ഒന്നത് തീ പോലെയാണ്, രണ്ട് ചുറ്റിക പോലെയാണ്. दो बातें मैंने बताया.
वो एक आग है और एक हथौड़ा है। എന്നാൽ ദൈവമക്കളെ ഇത് യഥാർത്ഥത്തിൽ ഈ വചനം എന്താണെന്ന് നമ്മൾ അനുഭവിച്ചിട്ടുള്ളവരാണ്. लेकिन इसका सच्चा अवस्था क्या है करके ये बात हम लोगों ने अनुभव भी किया है, वो बात हम देखेंगे। കാരണം നമ്മൾ ഈ വചനത്താലാണ് വീണ്ടും ജനിച്ചത്. क्योंकि वचन के द्वारा है हमारा नया जन्म हुआ है, അതുകൊണ്ട് തന്നെ ദൈവമക്കളെ ഇത് ജീവദായകമായ വചനമാണ്. क्योंकि ये जीवनदायक वचन है। ഈ വചനം നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം അയച്ച് അത് നമ്മൾ കൈക്കൊണ്ടതിന്റെ ഫലമാണ് ഇന്ന് നമ്മൾ രക്ഷിക്കപ്പെട്ട് ഇന്ന് ദൈവമക്കളായി ജീവിക്കുന്നത്. Amen। आज ये वचन हमें परमेश्वर की ओर से हमारे जीवन में आया, इसको स्वीकारा, इसके लिए आज परमेश्वर के बच्चे बनकर हम लोग मसीह में होकर अब जी रहे हैं। ഒരു നമ്മുടെ ജീവിതത്തിലെ അനുഭവത്തോട് തുലനപ്പെടുത്താവുന്ന ഒരു കാര്യമാണ് ഞാൻ വായിപ്പിക്കുന്നത്. ശ്രദ്ധയോടെ കേൾക്കണം. എഹെസ്കേൽ അതിന്റെ 37-ാം അധ്യായത്തിൽ 7 മുതൽ 10 വരെയുള്ള വാക്യം. हमारे जीवन में ये वचन का लाभ हुआ है, इसके लिए हमें ये इसका अनुभव आप लोगों को भी रहेगा। इसके लिए मैं पढ़ाना चाहता हूँ एजेकिएल का पुस्तक 37 का 7 से 10। 37 का एजेकिएल 37 7 से 10। എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു. ഉടനെ ഒരു ഭൂകമ്പമുണ്ടായി. അസ്ഥി അസ്ഥിയോട് വന്നു ചേർന്നു. പിന്നെ ഞാൻ നോക്കി, അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നത് അവയുടെ മേൽ ത്വക്ക് പൊതിഞ്ഞത് കണ്ടു. എന്നാൽ ശ്വാസം അവയിൽ ഇല്ലാതെയിരുന്നു. അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത്, കാറ്റിനോട് പ്രവചിക്കുക മനുഷ്യപുത്ര, നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശ്വാസമേ നീ 4 കാറ്റുകളിൽ നിന്നും വന്ന് ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു. അവർ ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. पढ़ेंगे 37 का 7 से 10 एजेकिएल। इस आज्ञा के अनुसार मैं भविष्यवाणी करने लगा और मैं भविष्यवाणी कर ही रहा था कि एक आहट आई और गुड़गुड़ हुआ और वे हड्डियां इकट्ठी होकर हड्डी से हड्डी जुड़ गई। मैं देखता रहा कि उनमें नसें उत्पन्न हुई और मांस चढ़ा और वे ऊपर चमड़े में ढक गई, परंतु उसमें सांस कुछ न थी। तब उसने मुझसे कहा, हे मनुष्य के संतान, सांस से भविष्यवाणी कर और सांस से भविष्यवाणी करके कह, हे सांस, परमेश्वर यहोवा यो कहता है, चारों दिशाओं से आकर इन घात किए हुओं में समा जा कि ये जी उठे। उसकी इस आज्ञा के अनुसार मैंने भविष्यवाणी की। तब सांस उनमें आ गई और वे जीकर अपने अपने पांवों के बल खड़े हो गए और एक बहुत बड़ी सेना हो गई। അപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ വചനം എന്ന് പറഞ്ഞാൽ ഈ വചനം ജീവദായകമായ വചനമാണ്. इसके लिए ये वचन का खासियत क्या है कि ये वचन जीवन देने वाला वचन है। Praise the Lord. Amen. അല്ലേ? നമ്മൾ അതുകൊണ്ടാണല്ലോ യോഹന്നാൻ 6:63 കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിച്ച ഈ വചനം ആത്മാവും ജീവനുമാകുന്നു. इसलिए हम लोग यूहन्ना का सुसमाचार उसका 6 का 63 में आप पढ़ते हैं, मैं जो वचन तुमको बोला है वो आत्मा और जीवन है। Praise the Lord. Amen. ഈ വചനം ആത്മാവും ജീവനുമാണ്. ये वचन आत्मा है और जीवन है। നമ്മൾ ഈ ദൈവത്തിന്റെ വചനത്തെ കൈക്കൊള്ളും തോറും हम लोग जब भी ये वचन को इतना स्वीकारते हैं, ഈ വചനത്തിന്റെ മഹാത്മ്യമൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ, നമുക്ക് ഈ വചനത്തിൽ നിന്ന് അകന്നിരിക്കാനായിട്ട് നമ്മുടെ മനസ്സ് വരത്തില്ല. हमें जब भी इस वचन के साथ एक गहरा रिश्ता हम लोग बढ़ा लिया, इस वचन में मन लग गया, फिर कभी भी इस वचन से दूर जाने को आपको मन नहीं होगा। എന്നാൽ ഇന്ന് പലരുടെ ജീവിതത്തിലും അവർക്ക് വചന പഠനമോ വചന ധ്യാനമോ ഈ വചനത്തെ പങ്കുവയ്ക്കുന്ന അനുഭവം ഒക്കെ വളരെ കുറവാണ്. तो आज लेकिन बहुत से लोगों के जीवन में वचन को बांटना, वचन में मनन करना, वचन में ध्यान लगाना, वचन को बांटने का, ये सब विषय में वो लोग कम है। നമ്മൾ ചിന്തിക്കുക, ഈ വചനം നമുക്ക് ലഭിച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾ വീണ്ടും ജനിക്കുമോ? हे प्रियो, अगर ये वचन अगर हमको मिलता नहीं था तो हम लोग नया जन्म पाते थे क्या? നമ്മൾ എങ്ങനെയാ വീണ്ടും ജനിച്ചേ? हम लोग का नया जन्म कैसे हुआ? നമുക്ക് ഈ ജീവൻ എവിടുന്ന് ലഭിച്ചു? ये जीवन का वचन हमको कहाँ से मिला? നമുക്ക് എല്ലാവർക്കും അറിയാം. हम सब जानते हैं। നമ്മൾ 1 പത്രോസ് 1-ാം അധ്യായത്തിൽ 23-ാം വാക്യം വായിക്കുമ്പോൾ, पहला पत्रोस 1 अध्याय वाक्य 23 में जब हम पढ़ते हैं, 1 Peter 1:23, അവിടെ വായിക്കുന്നത്, കിടന്ന വിജയത്തല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. हमें पढ़ेंगे 21। तुमने नाशवान नहीं पर अविनाशी बीज से परमेश्वर के जीवित और सदा ठहरने वाले वचन के द्वारा नया जन्म पाया है। അപ്പോൾ നമുക്ക് പ്രിയമുള്ളവരെ, ഈ വചനം, ഈ യഥാർത്ഥ ഈ സത്യവചനം ഇന്ന് അനേക ഇടങ്ങളിൽ പറയാത്തതുകൊണ്ട് പലർക്കും ഈ ജീവൻ പ്രാപിക്കാൻ കഴിയാതെ. तो आज ये सत्य वचन बहुत जगहों पर सही रीति से बोला नहीं जाता, इसके लिए नया जन्म का अनुभव नहीं मिलता उनको। ഞാൻ പറയട്ടെ, ഇന്ന് പലരും പോയി പറയുന്നത് ദൈവത്തിന്റെ വചനമാണോ? क्या इसके लिए आज अधिकतर लोग जब जाके बांटते समय में क्या प्रभु का वचन को बोल रहे हैं क्या? കർത്താവായ യേശു ക്രിസ്തുവിനെയാണോ ഉയർത്തി കാണിക്കുന്നത്? प्रभु यीशु मसीह को ऊंचा उठाकर वो लोग बोलते हैं क्या? കർത്താവായ യേശു ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകരുന്ന ഒരേ ഒരു വഴി നമ്മൾ ഈ ദൈവവചനം മറ്റുള്ളവർക്ക് പകരുക. प्रभु यीशु मसीह को ऊंचा उठा
बुलाकर बताने का एक ही रास्ता है, वचन को बांटना। അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് കർത്താവിനെ ലഭിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ഈ വചനം നമ്മൾ എപ്പോഴും പറയണം. इसके लिए दूसरों को भी मसीह का लाभ मिले या मसीह का स्वभाव उनमें दिखेगा, अगर ये इच्छा आग्रह हम में है तो वचन को बांटना है। നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിനെ മറ്റുള്ളവരിലേക്ക് പകരുന്ന ഏക മാധ്യമം ദൈവത്തിന്റെ വചനം. क्योंकि प्रभु यीशु मसीह को एक से दूसरे व्यक्ति के अंदर अगर बांटने का अगर जो जरिया है वो है प्रभु का वचन बोलना। അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ യഥാർത്ഥ സ്നേഹമാണ് നമ്മളെ ഭരിക്കുന്നതെങ്കിൽ അവിടുന്ന് നൽകിയ ആ വചനം തന്നെയായിരിക്കും നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. अगर प्रभु यीशु मसीह का प्रेम ही अगर हमें विवश कर उस प्रेम अगर हमें नियंत्रण कर रहा है तो हमें मिला हुआ वचन ही हम दूसरों को बांटेंगे। നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 3-ാം അധ്യായത്തിന്റെ 34-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നത്, യോഹന്നാൻ का पुस्तक उसका 3रा अध्याय उसका 34वां वाक्य में जब हम पढ़ते हैं, ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നു. जो जिसको परमेश्वर ने भेजा है वो परमेश्वर का वचन बोलता है, അതായത് സത്യം. वही तो सच्चाई है। ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നു. वो 34 का शुरुआत पढ़ेंगे। जिसे परमेश्वर ने भेजा है वो परमेश्वर की बातें कहता है। हाँ, मैं ഇത് വളരെ വിലപ്പെട്ട കാര്യം. ये बहुत ही मूल्यवान बात है प्रियो। പിതാവ് പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. पिता ने पुत्र को दुनिया में भेजा അപ്പോൾ ഈ പിതാവ് പുത്രന്റെ കയ്യിൽ എന്ത് കൊടുത്തെന്നറിയോ? और पिता ने पुत्र के हाथ में क्या दिया? വചനം കൊടുത്തു. परमेश्वर का वचन को दिया। അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. वो बहुत ही मूल्यवान बात है। കർത്താവ് തന്നെ പിതാവിനോടുള്ള പ്രാർത്ഥനയിൽ ആ കാര്യം വെളിപ്പെടുത്തുന്നു. हम देखते हैं प्रभु स्वयं जब पिता की ओर प्रार्थना करते समय वो बात प्रकट करता है। നമുക്ക് വേണമെങ്കിൽ വായിക്കാം. യോഹന്നാൻ 17-ന്റെ 8-ാമത്തെ വാക്യം. उसका യോഹന്നാൻ 17 का 8 में हम पढ़ सकते हैं। നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, അവർ അത് കൈക്കൊണ്ടു. ഞാൻ നിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് സത്യമായിട്ട് അറിഞ്ഞും നീ എന്നെ അയച്ചു എന്ന് വിശ്വസിച്ചുമിരിക്കുന്നു. അപ്പോൾ നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, അവർ അത് കൈക്കൊണ്ടു. हाँ, उसका 8 का शुरुआत का बात पढ़ना। जो वचन तूने मुझे दिए हाँ। मैंने उन्हें उनको पहुंचा दिए हाँ, और उन्होंने उनको ग्रहण किया। हाँ, बस तो मैंने आपने मुझे जो वचन दिया वो मैंने उनको दिया और उन लोगों ने ग्रहण किया। അപ്പോൾ എല്ലാവരും ഒന്നും നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ട് വചനം കൊണ്ട് കൈക്കൊള്ളൊന്നുമില്ല. तो ऐसा जरूरी नहीं है कि जिन लोगों को वचन बोलेगा वो सब लोग ग्रहण करेगा। നമ്മൾ വചനം പറയുന്നെങ്കിലും അത് നിശ്ചയമായിട്ടും കർത്താവിനുള്ളവർ മാത്രമേ അത് കൈക്കൊള്ളൂ. क्योंकि जब भी आप वचन बोलते समय में जो प्रभु के हैं वही लोग स्वीकारेंगे। Praise the Lord. Praise the Lord. എങ്കിലും എല്ലാവർക്കും വചനം കൊടുക്കുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യം. Amen. लेकिन फिर भी सब लोगों को वचन बांटना वचन देना ये हमारा जिम्मेदारी है। ഇന്ന് നമ്മുടെ കർത്താവ് നമുക്ക് തന്റെ വചനം നൽകിയിട്ടുണ്ട്. क्योंकि आज हमें प्रभु ने अपना वचन आपको दिया है ആ വചനമാണ് നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത്. और वो वचन है हमें दूसरों को देना है। അതേ കാര്യം അതേ പ്രാർത്ഥനയിൽ അതിന്റെ 14-ാം വാക്യത്തിലും പറയുന്നുണ്ട്. उसी प्रार्थना में उसी 17 का 14 में भी प्रभु कहता है, ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു. मैंने उनको तुम्हारा वचन को मैंने दे दिया है। വലിയ കാര്യം. कितना मूल्यवान बात है ना। ഇന്ന് ഞാൻ രാവിലെ ഇരുന്ന് ഇങ്ങനെ കർത്താവുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് എന്നോട് ഇടപെട്ട് സംസാരിച്ച കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. तो आज सवेरे जब मैं उठते समय में प्रभु की उपस्थिति में जब मैं नम्र होकर मैं आधीन हुआ, प्रभु ने मुझसे जो बात किया वही बात मैं आपको बता रहा हूँ। എനിക്ക് വാസ്തവത്തിലൊരു ചില മണിക്കൂറുകൾ നിങ്ങളോട് സംസാരിക്കണം ആഗ്രഹം. वास्तव में मुझे बहुत घंटे मुझे आप लोगों से को बात करने का आग्रह रहता है। എങ്കിലും ദൈവമക്കളെ ഞാൻ ഒരു കാര്യം ഇവിടെ ഓർപ്പിച്ച് നിർത്താൻ ആഗ്രഹിക്കുന്നു. लेकिन एक बात प्रियो अभी आपको ये भी एक बात याद दिलाकर मैं अपने आपको बंद करना चाहता हूँ। നിങ്ങൾക്ക് ദൈവവചനത്തിന് വേണ്ടിയുള്ള ആ വിശപ്പും ദാഹവും ഇതിനു വേണ്ടി ഉണ്ടോ? तो इसके लिए आपको प्रभु का वचन के लिए सही रीति में वो भूख और प्यास है क्या? ദൈവവചനം നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഈ വചനമാണോ അന്വേഷിക്കുന്നത്? क्योंकि हम लोग सुबह उठते ही सबसे पहले बात क्या वचन को है क्या खोज रहे हैं? ഈ വചനം നമുക്ക് വളരെ പ്രയോജനമുള്ളതാണ്. ये वचन जो है हमें बहुत ही मूल्यवान लाभदायक बात है। ഈ വചനമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നമുക്ക് ഏത് സമയത്തും എല്ലാത്തിനും വേണ്ടത് ഈ വചനമാണ്. हमें हर अवस्थे में हर परिस्थिति में हमें ये वचन चाहिए। ഈ വചനത്തെക്കുറിച്ചും അതിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ചും നമ്മളൊന്ന് അറിയണം. ये वचन का श्रेष्ठता और उसका मूल्यता के बारे में हम लोग जानना जरूरी है। മറ്റനേക കാര്യങ്ങളുണ്ട്. और भी बहुत से बातें हैं। എങ്കിലും ഞാനിപ്പോൾ സമയത്തിന്റെ പരിധി കൊണ്ട് ഇവിടെ നിർത്താൻ ആഗ്രഹിക്കുന്നു. आज समय को देखते हुए मैं बंद करना चाहता हूँ। സാക്ഷാൽ വചനമായവന്റെ ഇടമെടുത്ത് ലോകത്തിൽ വന്നതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. हमारा प्रभु यीशु मसीह जो स्वयं परमेश्वर का सच्चा वचन है, वो वचन ही हमारे लिए मांस का रूप धारण लेकर आया। അവിടുത്തെ ഒരു പേര് ദൈവവചനം എന്നാണ്. उनका नाम है परमेश्वर का वचन। അപ്പോൾ നമ്മൾ കേൾക്കുന്ന ഈ വചനം യഥാർത്ഥത്തിൽ ഈ നിധിയിൽ കർത്താവിന്റെ അതേ ആസ്വാദനത്തിൽ ലഭിക്കണമെങ്കിൽ അത് റീമയായിട്ട് നമ്മളിലേക്ക് ഭരിക്കണമെങ്കിൽ നമ്മൾ ആത്മാവിലുള്ള സന്തോഷത്തോടെ കേൾക്കണം. इसके लिए अगर प्रभु का वचन जो रीमा है, जो जीवन है, अगर उस आधार पर अगर हमें सुनना है तो उसमें उतना नम्र होकर आत्मा में सुनना हमें जरूरी है। ഇതും നമ്മൾ കേൾക്കുന്ന ആ അനുഭവത്തിൽ നമ്മുടെ അവസ്ഥ നമ്മൾ വിവേചിക്കണം. हाँ, क्योंकि हम लोग जिस रीति से सुन रहे हैं वो तरीका किस तरीका है, ये बात को हमें परखे। കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. प्रभु हम
सबको सहायता करे। നിങ്ങൾ ഓരോ ദിവസവും കർത്താവിൽ വളരണം, വളർന്ന് ക്രിസ്തുവിന്റെ രൂപം പ്രാപിക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. मैं परमेश्वर का यही आग्रह है कि आप लोग रोज वचन को सुने, वचन का वो पालन करें, ताकि आप मसीह के रूप में अनुरूप हो जाए। കർത്താവ് അതിനുവേണ്ടിയാണ് ക്രൂശിൽ നമുക്ക് വേണ്ടി തന്റെ അവസാനത്തുള്ള രക്തം വരെയും ചൊരിഞ്ഞത്. इसीलिए तो प्रभु यीशु मसीह कलवरी क्रूस में उनका लहू का आखिरी बूंद भी उन्होंने हमारे लिए बहाया। ആ സ്നേഹം നമ്മൾ മറക്കരുത്. उस प्रेम को ना भूले प्रियो। നമുക്ക് ആ കർത്താവിനോടുള്ള ബന്ധത്തിൽ നമുക്ക് ആഴമായ കൂട്ടായ്മയിലായിരിക്കാം. आओ हम लोग उस प्रभु का उस प्रेम के विषय में आधार पर उनका गहराई का संगति में और अधिक बढ़ते रहे। നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുക. आप जितना सोच रहे हैं उससे भी ज्यादा प्रभु का आगमन निकट आ चुका है। ഞാനിങ്ങനെ ഓരോ ദിവസവും ഇനി നമുക്കൊരു അവസരം കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ, എങ്കിലും ഓരോ ദിവസവും നമുക്കിങ്ങനെ ലഭിക്കുമ്പോൾ നിങ്ങളെ ഈ കാര്യവും പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇന്ന് ചിലപ്പോൾ കർത്താവ് വന്നു വരാം. तो इसलिए हमेशा मैं आपको ये प्रोत्साहन मैं करता हूँ, क्योंकि अगला मीटिंग होगा मालूम नहीं, अगला संदेश बोलने होगा क्या मालूम नहीं, क्योंकि आज हमारा प्रभु आ सकता है। എന്നാൽ നമ്മുടെ ഒരുക്കത്തിൽ കുറവുണ്ടായിരുന്നു. लेकिन हमारा तैयारी में कमी ना हो प्रयोग, അതും ഈ വചനാനുസരണമായിരിക്കണം. वो भी ये वचन के आधार पर होना चाहिए। എല്ലാത്തിന്റെ അളവുകോൽ ഈ വചനമാണ്. सबका ये तोल, सब बातों का तोल वचन है। हमें കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. प्रभु सबको सहायता करे। കർത്താവിന്റെ കൃപ നിങ്ങളെല്ലാവരും प्रभु का अनुग्रह आप सब में बना रहे।